Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashi'a. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. നമ്മൾ ഇന്നൊരു സുപ്രധാന വിഷയം കൈകാര്യം ചെയ്യാനാണ് പോണത്, എടുത്തു തരാന്. അതായത് നമ്മളിലൊക്കെ ഒരുപാട് അവയർനെസ് ഉണ്ട് അല്ലെ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതായത് സെൽഫ് ലവ്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? റഷീദ് ഒന്ന് അൺമ്യൂട്ട് ആക്കി കൊടുക്കി, അവര് ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സെൽഫ് ലവ് ഇസ്ലാമിൽ ഹലാലോ ഹറാമോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഹലാല്. ഹറാമുള്ള അഭിപ്രായക്കാരുണ്ടോ? ഹലാല്. നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ട് അല്ലേ? എന്നാ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ അതാണ് എന്നിട്ട് നമ്മുടെ ടോപ്പിക്. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഒരു സെൽഫിഷ്നെസ് ആണെന്നാണ് പലരുടെയും വിചാരം അല്ലെ. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുക, വേറെ ആർക്കും ഉപകാരം ചെയ്യാണ്ടിരിക്കുക, വേറെ ആർക്കും പിന്നെ ഒരു നല്ല കാര്യം ചെയ്യാണ്ടിരിക്കുക, മക്കളെ നോക്കാണ്ടിരിക്കുക, ഭർത്താവിനെ സ്നേഹിക്കാണ്ടിരിക്കുക, അതൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് അങ്ങനെയൊക്കെ ആണെന്ന്. ആക്ച്വലി സെൽഫ് ലവ് അങ്ങനെയൊന്നും അല്ല അല്ലെ. നമ്മുടെ വിചാരം അതൊരു മഹാപാപമാണ്, കുറ്റമാണ്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചുകൂടാ എന്നൊക്കെ ആയിരുന്നു അല്ലെ. നമ്മളിൽ 90% സ്ത്രീകളും വിവാഹിതരായാൽ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് ഒരു വാല്യൂ ഇല്ല അല്ലെ. സ്വന്തം ആഗ്രഹങ്ങളില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം എല്ലാം ഡ്രസ്സിങ് ഇല്ല. പിന്നെ ആരുടെയൊക്കെയോ താല്പര്യത്തിനനുസരിച്ച് വേണ്ടി നമ്മൾ ഓടുകയാണ്. എസ്പെഷ്യലി മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ അല്ലെ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിന്നെ കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ 3 ഭാഗങ്ങളിൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അപ്പൊ അവർ കുട്ടികൾക്ക് വേണ്ടി അല്ലെ, ഭർത്താവിന് വേണ്ടി, അടുത്തതിൽ ഭർത്താവിന്റെ ഉമ്മക്ക് വേണ്ടി, അങ്ങനെ ആർക്കെല്ലോ വേണ്ടി കത്തുന്ന ഒരു മെഴുകുതിരിയാകുകയാണ് സാധാരണയായി എല്ലാവരും ചെയ്യുന്നതില്ലേ. ഈ ഒരു ചിന്താഗതി, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കില്ല, ഭക്ഷണം ശ്രദ്ധിക്കില്ല, പ്രായമാകുന്നതിനെ കുറിച്ച് ഒട്ടും ഭയപ്പാടില്ല. കാരണം എനിക്കൊരുത്തനെ കിട്ടിക്കണല്ലോ, താലി കെട്ടിക്കണല്ലോ, അപ്പൊ അവനും എന്റെ കൂടെ ഉണ്ടാവും 24 hours അല്ല, ഞാൻ മറ്റിൽ മൈ ഡെത്ത് എന്നുള്ളൊരു ചിന്താഗതി. ഞാൻ മരിക്കുന്നവരെന്തായാലും ഉണ്ടാവും, ഇനിയിപ്പം വലിയതൊന്നും വേണ്ട, അങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി എന്നല്ല അല്ലെ. 24 മണിക്കൂറും ജോലി ജോലി എന്നൊരു ചിന്താഗതി മാത്രം അല്ലെ. യഥാർത്ഥത്തിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഭർത്താവിന് വേണ്ടിയോ, ഭർത്താവിന്റെ ഉമ്മയ്ക്ക് വേണ്ടിയോ, അതോ സ്വന്തം നെഫ്സിന് വേണ്ടിയോ, അതോ സ്വർഗത്തിന് വേണ്ടിയോ അല്ലെ. ഒരു ഉമ്മ, ആരുമ്മ ആയാലും ശരി, സ്വന്തം ഉമ്മ ആയാലും ശരി, ഭർത്താവിന്റെ ഉമ്മ ആയാലും ശരി, അവരെ പരിപാലിച്ച്, അവരെ മരുന്ന് കൊടുത്ത്, അവരെ പിന്നെ ബെഡ് റിഡൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ നന്നായിട്ട് പിന്നെ ശുശ്രൂഷിക്കണം അല്ലെ. അങ്ങനെ 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 ആ സ്ത്രീയുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലെ. യഥാർത്ഥത്തിൽ അങ്ങനെ മതിയോ, അങ്ങനെ പറ്റോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പുനർചിന്തനം ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ എപ്പോഴുള്ളത്. പക്ഷെ ഒരുപാട് സ്ത്രീകൾ മാറി ചിന്തിച്ചു. എന്നിരുന്നാലും കുറെ പരാതിക്കൊട്ടകളുമായിട്ട് ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് അല്ലെ. ഈ കൗൺസിലേഴ്സ് എന്ന പേരിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പല കംപ്ലൈന്റ് അയച്ചിട്ട് വരുന്നുണ്ട് അല്ലെ. അതായത് ഒന്ന് ആലോചിച്ച് 2 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ടെത്തേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരമാണിത് അല്ലെ. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ച് ഒരു മെഴുകുതിരിയായി കത്തി അണിഞ്ഞാൽ മതിയോ? അതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടതില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ മതിയോ എന്നാണ് അല്ലെ. അതായത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചത് മുതൽ ഇഹലോകത്തും പരലോകത്തും അല്ലെ. അതായത് ഈവൻ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തും നമ്മളെ ലക്ഷ്യം, ഗോള് അതാണല്ലോ അല്ലെ. പറയുമ്പോ അങ്ങനെ തന്നെ പറയാം അല്ലെ. ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരേ ഒരാൾ ആരാണെന്ന് അറിയാമോ? ആരാണ് അയാള്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കി. ആരാണ്? നമ്മുടെ നെഫ്സ് അല്ലേ, നമ്മളെ അമല് അഭിപ്രായം ഉള്ളവരൊക്കെ പറയും.
നമ്മളെ മലക്ക് കൂടെയുള്ള പിന്നെ ഭർത്താവ് നമ്മൾ ഉണ്ടാവോ? ചെയ്യുന്ന അമല് നമ്മൾ ചെയ്യുന്ന അമല് പിന്നെ നമ്മ- എന്നാ നമ്മുടെ ഞാൻ ഈമാനി. ശരി ഉത്തരം പറഞ്ഞുതരാം. ഈമാനും മലക്കും അമലും ഒന്നല്ല ഉണ്ടാവുക, നമ്മുടെ നഫ്സാണ് അല്ലെ. അതായത് ഉമ്മന്റെ ഗർഭപാത്രത്തിൽ നമ്മളൊരു രക്തപിണ്ഡമായി മാംസപിണ്ഡമായി ജനിക്കുന്ന മുതൽ അല്ലെ നമ്മുടെ ആ നഫ്സിന്റെ പണി എന്താ? നമ്മൾ പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അങ്ങനെ ജീവിച്ച് 6 ആഴ്ച ആകുമ്പോ ഹാർട്ട് തരും. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ അവയവങ്ങളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. അങ്ങനെ ആയി നമ്മൾ പ്രസവിച്ചാ പിന്നെ നമ്മുടെ ബോഡിയും ഉണ്ട് ആത്മാവും ഉണ്ട് അല്ലെ. അങ്ങനെ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വലുതാകുന്നു, കുട്ടിക്കാലം കഴിയുന്നു. കുട്ടിക്കാലവും പിന്നെ ശൈശവവും കുട്ടിക്കാലവും ഒക്കെ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ അവര് നോക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ നമ്മൾ കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ യാതന കാലം അല്ലെ. അന്ന് വരെ ചിരിച്ച് തമാശ പറഞ്ഞ് ഓടിച്ചാടി തട്ടവിടട്ട് വിടട്ട് മുടിവാരി ലിസ്റ്റിക്കിട്ട് കളിച്ച് ഓടി നടന്ന കുട്ടികളൊക്കെ പിന്നെ ഒരു യാഥാർത്ഥ്യത്തിന്റെ മൂട് പടങ്ങളിലേക്ക് നമ്മൾ എന്താ പറയാ ഓടി ഒളിക്കുകയാണ് അല്ലെ. പിന്നെ അവിടുത്തെ സൗകര്യങ്ങൾ, ഇപ്പൊ ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്നൊരു വലിയ തറവാട്ടിലുള്ള ഒരു പെൺകുട്ടിയാ. അപ്പം അവര് പറയാണേ, ഞാൻ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും 4-5 പെൺകുട്ടികളാ. അപ്പം നമ്മൾ അത്യാവശ്യം തറവാടും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് ഒരുപാട് പീഡനങ്ങൾ, അടിയും ചീത്തയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്നും അവരെ അറിയിച്ചില്ല. ബിക്കോസ് ഇനി ഞാൻ പിണങ്ങി ആ വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ള അനിയത്തിമാറ്റി ഭർത്താവിനെ കിട്ടാണ്ടായി പോണ്ട, ആ ഒരു ചിന്താഗതി. ആ കുട്ടി അങ്ങനെ സഹിച്ച് ഒരുപാട് കോപ്പി ചെയ്തതാണോ, കോപ്പി അടിച്ചല്ല ഞാൻ എഴുതിയ. അത്ഭുതപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഇത്രയും കഴിവുകൾ, സ്കിൽഫുൾ ആണ് അവർക്കൊക്കെ എന്തൊക്കെയോ അറിയാം അല്ലെ. അതൊക്കെ ഉള്ളിൽ ഒതുക്കി കഷ്ടപ്പെട്ട് പുകയും കരിയും അടിക്കുന്ന ഭർത്താവാണെങ്കിൽ അത്, 5 പൈസ കൊടുക്കാത്തോലാണെങ്കിൽ അത്, ഡ്രസ്സ് വാങ്ങി കൊടുക്കാത്തോലാണെങ്കിൽ അത്, പിന്നെ എൻ്റെ ഉമ്മന്റെ ആൾക്കാർ അങ്ങനെ, എൻ്റെ ഉപ്പ അങ്ങനെ, എൻ്റെ മറ്റേങ്ങനെ അങ്ങനെ പറയുന്ന, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ജീവിതത്തിൽ സഹിക്കാമോ അതൊക്കെ സഹിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോവുക അല്ലെ. ആക്ച്വലി അതിന്റെ വല്ല ആവശ്യമുണ്ടോ അല്ലെ എന്ന് വെച്ച് നമ്മുടെ ബോഡിയാണ് നമ്മളെ കൂടെ ഉള്ളത്. ബോഡി ടിൽ പിന്നെ എന്താ യൂട്രസ് മുതൽ നമ്മൾ സ്വർഗം വരെ അല്ലെ. അപ്പൊ അതുവരെ ഉണ്ട് എന്ന് വിചാരിച്ച് മേക്കപ്പ് ഇട്ട് പുട്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റികം വരച്ച് ആളുകളുടെ പിന്നെ അണിഞ്ഞൊരുങ്ങി നടക്കാനാണോ പറയുന്നത്? ബോഡി എക്സ്പ്രഷൻസ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പോകാനാണോ ഞാൻ പറയുന്നത്? നോ, നെവർ, ഒരിക്കലില്ല. പിന്നെ എന്താ നഫ്സിന്റെ ഡ്യൂട്ടി? എങ്ങനെയാണ് നമ്മൾ നഫ്സിനെ പരിചരിക്കേണ്ടത്? എങ്ങനെയാണ് നഫ്സിനോടുള്ള ബാധ്യത തീർക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഗഹനമായിട്ട് ചിന്തിക്കാം. ഇന്നലിൽ മുത്തഖീന മഫാസ. സൂറത്ത് നബയിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ ഇവിടെ ഓതാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് തഖ്വ സൂക്ഷ്മത പാലിച്ചവർക്ക് വിജയം ഷുവറാണ് അല്ലെ, നോ ഡൗട്ട്. അവർക്ക് സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും ഉണ്ട് അല്ലെ. അതായത് സമപ്രായക്കാരായ തുടുത്ത മാർവിടമുള്ള സ്ത്രീകൾ അല്ലെ. ഇപ്പൊ ഖുർആൻ ചില സ്ഥലത്ത് എന്നുവെച്ചാല് അങ്ങനെ നമ്മളെപ്പോഴും പറയാത്ത ജാതി അശ്ലീല വാക്കുകൾ പോലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ അല്ലെ. അതായത് മെലിഞ്ഞ് ഉണങ്ങിയ ശരീരമായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത്ര അപ്പം സ്ത്രീ സൗന്ദര്യത്തിന്റെ തന്നെയാണ് എന്ത് മാർവിടങ്ങൾ. പിന്നെ അതായത് നിറഞ്ഞ പാനപാത്രങ്ങളും അല്ലെ, നിറച്ച് പല ജാതി ഡ്രിങ്ക്സ് ഉള്ള പാനപാത്രങ്ങളും. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ കിസ്സാബ. അവിടെ ഒരു വ്യാജ വർത്തമാനോ അനാവശ്യ വാക്കുകളോ ഇനിയിപ്പോ ഈ അമ്മായിയമ്മ പ്രശ്നങ്ങളോ ഹസ്ബൻഡ് പ്രശ്നങ്ങളോ ഹസ്ബൻഡിന്റെ അടിയോ ചീത്തയോ, ഒരു ചുരിദാർ വാങ്ങിത്തരുമോന്ന് വെച്ചാൽ ഏറിയ വർത്താനവും കേൾക്കണം അല്ലെ. അതൊന്നുമില്ല അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പൈസക്ക് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ളൊരു സ്വർഗലോകമാണത് അല്ലെ. അതൊരു കണക്കറ്റ് സമ്മാനമാകുന്നില്ലേ, അള്ളാഹു തരുന്ന ഒരു മഹത്തായ സമ്മാനമാണ്. അപ്പം ആ സമ്മാനങ്ങളൊക്കെ അനുഭവിക്കാനും പിന്നെ ഇവിടെ ജീവിക്കാനും ഇവിടെ നിന്ന് കഷ്ടപ്പെടാനും ഖബറിൽ പോയി കിടന്നാൽ നമ്മളെ അമലിനനുസരിച്ച് നമ്മൾ ബുദ്ധിമുട്ടാണ്. എല്ലാറ്റിന്റെയും എന്തോ പണ്ടാരോ പറഞ്ഞ മാതിരി ഓവറോൾ സഹിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ബോഡി അല്ലെ.
ഇപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ബോഡിയെ, അതായത് നമ്മളെ സ്വന്തം നെഫ്സിനെ എപ്പോഴും സൂക്ഷിച്ച് ഭംഗിയായി കൊണ്ടടക്കും എന്ന് പറയുന്നില്ലേ. മൈ ബ്രദർ സിസ്റ്റേഴ്സ്, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, കുട്ടിക്കാലത്ത് ഉമ്മയില്ലാതെ വളർന്നാൽ, ഉപ്പയില്ലാതെ, അതായത് ഉപ്പ ഇല്ലാണ്ട് വളർന്നാൽ പറയും എത്തിയും കുട്ടിയാണെന്ന് അല്ലേ. അത് രണ്ടാനമ്മയുടെ പീഡനം അല്ലെ. ആദ്യം ചെറുപ്പത്തിൽ ഉമ്മ ഇല്ലെങ്കിൽ ഉമ്മ ഇല്ലാത്തതിന്റെ വിഷമം എത്ര ഉണ്ടായാലും 10 ഉമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മയ്ക്ക് ഒക്കില്ല. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ശരി തന്നെയാണ്, അല്ലെ, അതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ രണ്ടാനമ്മന്റെ പോറ്റും വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞതോട് കൂടി പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ബേർഡനുകളായി അല്ലെ. അവിടത്തെ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചെടി പറിച്ച് നട്ടാൽ പിന്നെ ആ മണ്ണിലേക്ക് പിടിക്കുമ്പോ ചെടിക്ക് ഒരു വാട്ടവും ഉണക്കവും എന്തൊക്കെ ഒരു കളിയാണല്ലേ, കുഴഞ്ഞു വീണ മാതിരിയൊക്കെ നിൽക്കും. പിന്നെ ആ മണ്ണിൽ അതങ്ങ് ശീലമാകും അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അവര് ഭർത്താക്കന്മാരെ വീട്ടിൽ അങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അല്ലെ. ഇനിയിപ്പോ നല്ല ഭർത്താവാണെങ്കിലും ഒക്കെ, ഇനി നല്ല ഉമ്മയാണെങ്കിലും ഒക്കെ, അതല്ലെങ്കിൽ ഒരുപാട് അബ്യൂസിങ്ങും നിന്ദിക്കലും ആക്ഷേപിക്കലും കളിയാക്കലും, എന്റെ വാപ്പ അങ്ങനെ, എന്റെ ഉമ്മ അങ്ങനെ, എന്റേത് അങ്ങനെ, എനിക്ക് ഇത്ര പൊന്നിട്ടില്ല, അങ്ങനെ 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 പലതും നമ്മൾ കേൾക്കേണ്ടി വരും അല്ലെ. അതൊക്കെ കഴിഞ്ഞിപ്പോ ഞാൻ മുകളിൽ പറഞ്ഞ പെൺകുട്ടി പോലെ അത് 5 പെൺകുട്ടികളുള്ള ഒരു വാപ്പന്റെ മോളായതുകൊണ്ട് അവൾ അതൊക്കെ സഹിച്ചു. കാരണം അനിയത്തിമാരെ കല്യാണം മുടങ്ങിപ്പോരുതല്ലോ ഞാൻ ഡിവോഴ്സായി വന്നാൽ എന്ന് വിചാരിച്ചില്ലേ. സംടൈംസ് ഭർത്താവ് മരിച്ച്, അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയൊന്നും വെക്കാണ്ടാ മരിച്ചത് അല്ലെ. അദ്ദേഹം ഇവൾക്ക് വേണ്ടിയിട്ട് ചെലവ് കൊടുക്കാനോ ചെലവിന് കഴിയാനോ അല്ലെങ്കിൽ ഒരു വീട് ഒന്നും ഉണ്ടാക്കാണ്ട് മരിച്ചു പോയതാണെങ്കിൽ പിന്നെ ഈ ലാസ്റ്റ് ടൈമിലുള്ള പീഡനം ആരതായത് മരുമകളുടേതായിരിക്കും അല്ലെ. മകൻ എങ്ങനെ ഓരോന്ന് മന്ത്രിച്ചു കൊടുക്കും, പിന്നെ മരുമകള് പലതും ചെയ്യും. ഒക്കെ ഇടക്കിടക്ക് വീട്ടിൽ പോണം, ഉമ്മയുള്ളതുകൊണ്ട് പറ്റുന്നില്ല, ഉമ്മയുള്ളതുകൊണ്ട് ഉമ്മനെ ശുശ്രൂഷിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയായില്ലേ. എല്ലാ ടൈപ്പ് ഡാമേജും നമ്മുടെ ബോഡിക്കാണ് കിട്ടുന്നത് അല്ലെ. അതായത് കുട്ടിക്കാലത്ത് ഉമ്മയിപ്പം ഇല്ലാഞ്ഞാൽ നമുക്ക് നല്ല നല്ല സന്തോഷമുള്ള ഡ്രസ്സില്ല, ഭക്ഷണം ഇല്ല, വിഷമം, പ്രയാസം, മാനസികം, ടെൻഷൻ, ഡിപ്രഷൻ, അതിനൊക്കെ നമ്മൾ വംശഗതിയാകും നമ്മളെ ബോഡിയാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും അത് തന്നെ കഥ. ഭർത്താവ് അടിക്കുന്നതാണെങ്കിൽ അതും സഹിക്കണം അല്ലെ. അങ്ങനെ 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 ഏത് രീതിയിൽ പോയാലും നമ്മുടെ സ്ത്രീകളായാലും പുരുഷന്മാർ ഈ വിഷയത്തിൽ അത്ര പിന്നെ ഇതല്ല. ഇതിനൊക്കെ മെയിൻലി പിന്നെ എല്ലാ പീഡനങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവർ തന്നെയാണ് അവരുടെ എല്ലാം പിന്നെ എന്താ പറയാ കുടുംബത്തിന് വേണ്ടി അടിയറവ് വെക്കുന്നതും അല്ലെ. എല്ലാ ടൈപ്പ് ഡാമേജും നമ്മുടെ ബോഡിക്കാണ് അല്ലെ. ഇതെല്ലാം കഴിഞ്ഞ് കബറി ചെന്നാലുള്ള അവസ്ഥ നോക്കണം അല്ലെ. വത്തഖുന്നാറല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ ഞാറ് നിങ്ങൾക്ക് കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. അല്ലാഹുമ്മ അജുർനി ഫി മുസീബത്തി ഫി ദുനിയ വൽ ആഖിറ. നല്ലൊരു സദസ്സാണ് നമുക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്യാം അല്ലെ. പഠിച്ചോനെ റബ്ബേ, അത്തരത്തിലുള്ള എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞാൻ ഇത് ഇസ്ലാമികമായിട്ട് ചേർത്ത് പറയുമ്പോൾ സെൽഫ് ലവ് എന്നാണ് പഠിച്ച സൈക്കോളജിയിൽ ഒരുപാട് പറയുന്നുണ്ട്. അവര് ഭയങ്കരമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ ലേഡീസും ഇനിയിപ്പോ പഠിച്ച് കോളേജ്, ഡിഗ്രി, പിന്നെ എന്താ പറയാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ ഉണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ തന്നെ ഇപ്പോൾ ഓരോ തൊഴിൽ കണ്ടെത്തി അവരവരുടെ സന്തോഷം കണ്ടെത്തി. കാരണം കുട്ടികള് കുറച്ച് കഴിയുമ്പോൾ ഹോസ്റ്റലിലേക്കും അങ്ങോട്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് ജോലി ആയിട്ട് പോകും, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം, അപ്പം പിന്നെ ബോറടി ആയി അല്ലെ, ഭർത്താവിന് ഒഴിവുണ്ടാവൂല. അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് എല്ലാരും സെൽഫ് ലവ് തുടങ്ങി കഴിഞ്ഞു. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മള് സംശയത്തിന്റെ മുൾമുനയില. ഇസ്ലാമിൽ അതുണ്ടോ? സെൽഫ് ലവ് പറ്റുമോ? സെൽഫ് ലവ് പാടുണ്ടോ എന്നുള്ള ചിന്താഗതിയാണ്. ഞാൻ നിങ്ങളൊരു ചെറിയ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാം ഒരുപാട് കേട്ട ഹദീസാ, പക്ഷെ ഇത് ഇവിടെ അത് കോട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ 3 പുരുഷന്മാർ വന്നു. അപ്പൊ നബി ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒക്കെ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞ അവരിയ്ക്കുക. അപ്പൊ ആയിഷ റളിയല്ലാഹു വീട്ടിന്റെ അകത്തുണ്ട്. അപ്പൊ അവര് ഒരുത്തൻ പറയാ, ദീനെന്നൊക്കെ പറഞ്ഞ അതിനാണ് ദീനായാലല്ല നമുക്ക് സ്വർഗത്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഞാൻ ഇനി കല്യാണേ കഴിക്കുന്നില്ല, കല്യാണം കഴിച്ച് ഓളപ്പുറം കിടന്ന് രാത്രി ആയാലും ഓള് ഉറങ്ങാൻ സമ്മതിക്കില്ല, തല്ലുസ്കരിക്കാൻ കഴിയില്ല, ഞാൻ ഇനി കല്യാണം കഴിക്കില്ല, അങ്ങനെ ജീവിക്കാന്ന. വേറൊരുത്തൻ പറയട്ടെ, ഞാൻ ഇനി ഫുള്ള് നോമ്പാ, ഞാനിനി തീരെ പിന്നെ എന്താ പറയുന്ന ഒറ്റ ദിവസം നോമ്പ് ഒഴിയില്ല, നോമ്പ് അങ്ങനെ ഒഴിയാണ്ട് പിടിക്കാനും പാടില്ലല്ലോ, അത് വേറെ കാര്യം. പിന്നെ വേറൊരുത്തൻ പറയുന്നുണ്ട്, വേറെന്തോ ഒരു കാരണവും പറയുന്നുണ്ട്,
നിസ്കാരം തോന്നുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അങ്ങനെ ഇതും കേട്ട് പിന്നെ അവര് പോയി കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ 2-3 ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു കേട്ടോ, അവരിങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ രണ്ടോന്ന് വിഷയങ്ങൾ പറയുന്നത് കേട്ടു. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിച്ച് ചോദിച്ച്, എല്ലാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് നമ്മള് പറഞ്ഞിരുന്നു നമുക്ക് നല്ല നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് അള്ളാന്റെ അടുത്ത് പോകാലോ, നമ്മൾ ഒരുപാട് കർമ്മങ്ങളും കൊണ്ട്. അപ്പൊ നബി ചോദിച്ചു, നിങ്ങൾ ഇബാദത്തിന്റെ കാര്യത്തിൽ എന്നെ മുൻകടക്കുകയാണോ? അല്ലെ, നബിനെ മുൻകടന്ന് ആർക്കും സ്വർഗത്ത് പോകാൻ കഴിയില്ല. ടോപ്പ് ഓഫ് ദ ജനലിൽ നബിയും നബിന്റെ സഹാബത്തും ഫാമിലിയും ഒക്കെ ആയിരിക്കും, അതിന്റെ അപ്പുറം ഒരു സ്വർഗം ആർക്കും ഇല്ല അല്ലെ, അള്ളാന്റെ നേരെ താഴെ അവരാണ്. അപ്പം അവര് പറഞ്ഞ അങ്ങനെ, അപ്പൊ എന്നാ പറഞ്ഞ അങ്ങനെ ഒന്നുമല്ല, അവന്റെ നെഫ്സിനോട് എന്താണ് ബാധ്യത ഉണ്ട്. അതായത് മനുഷ്യന്റെ ശരീരത്തിൽ സെക്ഷൽ നീഡ്സ് ഉണ്ട്. ഒരു ഭാര്യക്ക് ഭർത്താവ് വേണം, ഭർത്താവിന് ഭാര്യ വേണം. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല മതങ്ങളും രണ്ടാം വിവാഹത്തെ എതിർക്കുമ്പോൾ ഇസ്ലാം നഖശികാന്തം അതിനെ അനുകൂലിക്കുന്നതിന്റെ കാരണവും അതാണ്. ഇപ്പൊ ഡിവോഴ്സ് ആയാലും ശരി, മരിച്ചാലും ശരി, ആർക്കും കല്യാണം കഴിക്കാം. കാരണം അത് അവരുടെ നെഫ്സിന്റെ ഒരു നീടാണ്. നെഫ്സിന് അള്ളാഹു പിന്നെ സംവിധാനിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് അല്ലെ. ഒരു പ്രായമായാൽ പോലും ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ട്. അന്നേരം സെക്ഷൽ കോണ്ടാക്റ്റോ മറ്റുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ പോലും വേണം അല്ലെ, പല കാര്യത്തിനും ഒരു ഭാര്യയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം വിവാഹം ഇസ്ലാം ശക്തമായിട്ട് അനുവദിക്കുന്നതും. അതുപോലെ തന്നെ ഈ നോമ്പ് ഡെയിലി നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റുമോ? കാരണം ഡെയിലി നോമ്പെടുത്താൽ നമ്മളെ ശരീരത്തിന് വെള്ളം കുറഞ്ഞവും, ഞരമ്പുകൾ ക്ഷീണിക്കും, പിന്നെ വെരിക്കോസ് വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ശരീരത്തിൽ വെള്ളം ഉണ്ടെങ്കിലേ ബ്ലഡ് സർക്കുലേഷൻ നടക്കൂ. അപ്പൊ ഹാർട്ടിലേക്കും പിന്നെ ബ്രെയിനിലൊക്കെ ഒന്നും ബ്ലഡ് സർക്കുലേഷൻ നടക്കൂല, അപ്പൊ സ്ട്രോക്ക് വരും, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് പാടില്ല. അപ്പൊ ഈവൻ 96 നോമ്പ് വരെ ഹറാമാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയോടായി, നമ്മുടെ മക്കളോടായി, ഭർത്താവിനോടായി, അതുപോലെ നമ്മുടെ സ്വന്തം നെഫ്സിനോടായി അല്ലെ, ബോഡി വരുന്ന നെഫ്സ് തന്നെ, അതിനോടും ഒക്കെ അതിൻ്റെതായ കടമകൾ ഉണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആദ്യം പഠിപ്പിച്ച് തന്നതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭർത്താവിന്റെ വീടാണെന്ന് വെച്ചിട്ട് അതെല്ലാം എന്താ പറയാ, അവള് എല്ലാം വെച്ചിട്ട് നമ്മള് പണിയെടുക്കലെന്നെ ഇപ്പൊ ലേശം ഒന്ന് ക്ഷീണമായിട്ട് ഇവിടെ കിടക്കുമ്പോ അമ്മായി നമുക്ക് ദേഷ്യം പിടിക്കും അല്ലെ. അങ്ങനെ അപ്പൊ അതിനൊന്നും നിൽക്കണ്ട, നമുക്ക് കഴിയുന്ന അത്ര മാത്രം എടുക്കുക. അതിൽ കവിഞ്ഞെടുക്കാൻ ഒരാളും അനുവദിക്കുന്നില്ല. ഒരാൾ പറഞ്ഞാലായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇപ്പൊ കുട്ടികളെ വിഷയത്തിലാണ് ചില ആളുകളൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഫുഡ് വിളമ്പി അവരെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് എന്നിട്ട് വായിൽ കോരിയെടുത്ത്, അങ്ങനൊന്നുമില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവരവരുടെ കൈകൾ കൊണ്ട് തന്നെ കോരിയെടുത്ത് കഴിക്കണം. തിന്ന പാത്രം കിച്ചണിൽ കൊണ്ടുപോയി വെക്കണം അല്ലെ. ഡ്രസ്സൊക്കെ പിന്നെ അലക്കി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ മടക്കി, ചെറിയ മക്കളോടൊക്കെ വെറുതെ പറഞ്ഞാൽ മതി, ഇനി ഒന്ന് മടക്ക് നന്നാവോ നോക്കട്ടെ, ഒന്ന് തിരുമ്പിയതൊക്കെ ഒന്ന് മടക്കി വെക്കുക. അപ്പൊ അവർക്ക് അറിയൂല പണിയെടുക്കാൻ പാടില്ല, പണിയെടുത്താൽ ഉമ്മനെ എടുപ്പിക്കൂ എന്നുള്ള അവർക്ക് അറിയില്ല. അപ്പൊ അവരറിയാണ്ട് അത് മടക്കിയൊക്കെ ചെയ്യാൻ മടിച്ചിട്ട് പറയണം, നീ നിന്റേത് എടുത്തോ, എന്നിട്ട് കാക്കേണ്ടത് അവിടെ മറ്റേ റൂമിൽ കൊണ്ടുപോയി നല്ല മോളാട്ടോ, ഉണ്ടായിട്ട് എനിക്ക് എന്തൊരു ഉപകാരം എന്നൊക്കെ പറഞ്ഞൊക്കെ അവർ ചെയ്യും. അതേസമയം മറ്റു പല ഉമ്മമാരും മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കൂല അല്ലെ, അവരെ രാജാത്തിയായിട്ട് വാഴിപ്പിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് വലുതായ പറയാം ഒന്നും സഹായിക്കൂല, ഒന്നും ഉപകരിക്കൂല. അപ്പൊ പലപ്പോഴും അങ്ങനെ പറയണം, അവരെ കൊണ്ട് ചെയ്യിക്കണം അല്ലെ. എന്ന് നമ്മൾ മാത്രം എന്താ ഒരു യന്ത്രമനുഷ്യനോ. അതുപോലെ നാളെ ഒരിക്കലൊരു സ്ത്രീ പറഞ്ഞു, പിന്നെ ഞാന് മോള് ഡിവോഴ്സ് അങ്ങനെ എന്തോ പ്രശ്നമാണ്, അപ്പൊ ഞാൻ എവിടെയും പോകാനൊന്നും അങ്ങനെ നിക്കലില്ല, ഓള് ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോ ഓളൊരു അമേരിക്കക്കാരൻ കല്യാണം കഴിച്ചു, ഓളിപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും അയാളുടെ ഫീൽഡ് വർക്കിന് പല വിദേശ രാജ്യങ്ങളും പോകും, അപ്പൊ നിങ്ങളെ കൂട്ടുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ രണ്ടാമത് ഒരുത്തം കെട്ടിയാല് ഓളപ്പം കൊണ്ട് അവനിങ്ങനെ പോവാ, അപ്പൊ നിങ്ങളെ കൂട്ടുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്വർഗം, നമ്മുടെ ദീൻ, നമ്മുടെ അവയവങ്ങൾ അല്ലെ, ഇപ്പൊ ഈവൻ ഷുഗർ വന്ന് പോയാൽ പോലും നമ്മൾ ആകെ എന്താ പറയണ്ടേ, ഡെസ്പായി എന്ന് വേണം പറയാൻ. ഷുഗർ കിഡ്നിനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, ബുദ്ധിനെ ബാധിക്കും, സ്കിന്നിൽ ചോറ്, ഒരുപാടുണ്ട്. ഷുഗറിൽ പറയണ ഒരുപാടുണ്ട്. പ്രഷറും വലിയ മോശക്കാരനൊന്നുമല്ല അല്ലെ. അപ്പൊ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം, ഒഴിവ് സമയങ്ങളും വേണം നമുക്ക് അല്ലെ. ചിലർക്ക് സ്വന്തമായ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടർ അബ്ദുസലാം സൈക്കോളജിസ്റ്റ് ആണെന്ന് തോന്നുന്നു, അയാളെ ക്ലാസ് കേട്ടാൽ ഭയങ്കര രസം. അയാൾ പറയാനുള്ള അടുത്തൊരു പെണ്ണ് വന്നോലെ, വന്ന് ഉണ്ടാക്കും ഡിവോഴ്സ് വേണം തന്നെ. ഓ നല്ലൊരുത്തനാണല്ലോ, ഓഫീസിലൊക്കെ പോവുകയും 14 കൊല്ലത്തായി കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പ്രശ്നമില്ലേനോലെ. 8 കൊല്ലം കഴിഞ്ഞ മുതൽ ഇവർക്ക് സംശയമാണോലെ, ഇവനെ ആരോടോ ഫോൺ ചെയ്യുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്, ലവ് ഉണ്ടോ. പറയാം സാറേ എനിക്ക് അങ്ങനെ ഒരു ലവ് ഒരു കുന്തവും ഇല്ല, പക്ഷെ ഇവളിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ കോളേജ് മീറ്റപ്പിൽ വെച്ച് പണ്ട് കണ്ടൊരു പെൺകുട്ടീനെ കണ്ടപ്പോളായിട്ട് ലവ് ആയി. കാരണം ഇവളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഓൾറെഡി, പിന്നെ അവളെ ഓൻ്റെ കൂടെ പോട്ടെന്ന് വിചാരിച്ചു, അങ്ങനെ ആയി പോയതാണ്. അപ്പം
ഇവളെയും വിളിച്ച് ഏതായാലും എനിക്ക് വേണ്ട 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 എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു ലൈഫോ അല്ലേ. അപ്പൊ സംഭവം ഓൻ്റെ അടുത്ത് ഒരു തകരാറുമില്ല. പക്ഷെ ഇവളെ വിളിച്ച് കൗൺസിലിംഗ് ചെയ്ത് നോക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവള് ചെറുപ്പത്തിൽ ഭയങ്കര കോളേജിൽ കലാതിലകമായിരുന്നു. നല്ലോണം പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ചിലങ്ക ഉണ്ട്. അതൊക്കെ ഏതോ നോൺ മുസ്ലിം ആവും, അല്ലാഹു അലം. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയാൽ അതൊക്കെ ഉപേക്ഷിച്ചു. ഓൻ പറഞ്ഞതൊന്നല്ല, പക്ഷെ ഓൾ അതൊക്കെ നിർത്തി വെച്ച് ഫുള്ളി ഡെഡിക്കേറ്റഡ് ഇൻ ഫാമിലി അല്ലെ. ടൈം ഫാമിലിക്ക് വേണ്ടി മക്കൾ, അതാണ് ജീവിതം. ചില ഉമ്മമാർ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് വിടാം, അതാണ് ജീവിതം എന്നും പറഞ്ഞ് അങ്ങനെ ആയി. അപ്പം അവിടെ മനസ്സിൽ കുറേ എന്താ പറയാ, അവളെ ഹൃദയം നിറയുന്ന ഒരു ശവപ്പറമ്പാ. അതിൽ കുറെ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്കില്ലും ടാലന്റും പിന്നെ അങ്ങനെ കണ്ട ഒരുപാട് കാര്യങ്ങൾ, അവരുടെ എന്താ പറയാ സെൽഫ് ലവിനെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങളും അവളുടെ ഹൃദയമാകുന്ന കബറിടത്തിൽ അവൾ മണ്ണിട്ട് മൂടിയിരിക്കുക. അപ്പം ഇതൊക്കെ പുറത്തു വരുന്നത് ഇവന്റെ ഈ ലവ് അഫെയർ രൂപത്തിലാണ്. കാരണം സംഭവം ഇവന് ലവ് ഇല്ല, പക്ഷെ ഇവൾക്ക് അങ്ങനെ തോന്നുന്നു ഇവനുണ്ട്, ഇവനോട് സംസാരിക്കുന്നില്ല. അപ്പം പിന്നെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ മതിയല്ല, പിന്നെ ചൊറിഞ്ഞ് ചില പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ, അങ്ങനെ ചൊറിഞ്ഞ് വയറ്റിലടക്കാം. എന്തെങ്കിലും കഴിഞ്ഞ് അത് പറഞ്ഞ് വിടണം, ആ പാട്ടിൽ വിടണല്ലോ, വിടൂല. അങ്ങനെ ആയി ഇവര് ഡൈവോഴ്സായി പോവുകയാണ്. കാരണം കാര്യമായിട്ടൊരു മാറ്റേഴ്സും ഇല്ല. എന്നിട്ട് പോലും ഇനിയിപ്പോ അഥവാ സംസാരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ലവ് തുടങ്ങി വെച്ചതോ അത് ഒഴിവാക്കാനും പിന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അവൻ ഒഴിവാക്കാനും തയ്യാറാണ്. പക്ഷെ എന്നാലും അവൾക്ക് വേണ്ട അങ്ങനെ. അപ്പൊ അതുകൊണ്ട് എന്താ ലാഭം കിട്ടിയത്? ഫുൾ ടൈം വീട് നോക്കി അവനാന്റെ ആരോഗ്യം നോക്കിയില്ല, വേറൊന്നും സംരക്ഷിച്ചതും ഇല്ല, ടാലന്റ് കീപ്പ് ചെയ്തിട്ടും ഇല്ല. ഒരു കുടുംബം കോളം തോണ്ടി വന്നതുകൊണ്ട് കുട്ടികളടക്കം പെരുവഴിയിലാവും അല്ലെ. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, എന്തായാലും പല സ്ത്രീകൾക്കും കല്യാണം കഴിഞ്ഞ ഒരുത്തനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം ഒരു വിഷയമല്ല. ഇവനുണ്ടാവില്ല, മരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് കോലത്തിലായാലും മൂപ്പരിഞ്ഞ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു മോഡിലായിരിക്കും പല സ്ത്രീകളും അല്ലെ. അപ്പൊ അങ്ങനൊന്നല്ല, നമുക്ക് നമ്മുടേതായ ഫുള്ള് അള്ളാഹു എന്തൊക്കെ തന്നിട്ട് അതൊക്കെ വാല്യുബിൾ ആണ്, പ്രേഷ്യസ് ആണ് അല്ലെ. നമ്മളൊരു കണ്ണ് പോയാൽ നമുക്ക് കണ്ണ് പൈസ കൊടുത്ത് വാങ്ങാൻ വിചാരിച്ചോക്കണ്ടേ, എത്ര പൈസ കൊടുത്താൽ കിട്ടുമോ? കണ്ണില്ല, ഒറിജിനലി കിട്ടൂല. ഇനി പദവ ഏതെങ്കിലും മയ്യത്ത് നിന്നൊക്കെ എടുത്ത് വെക്കാൻ തന്നെ ഫുൾ ടാസ്ക് ആണ്, അത് കിട്ടാനും നിവൃത്തിയില്ല അല്ലെ, അവൈലബിൾ അല്ല. അപ്പൊ അള്ളാഹു തന്നിട്ടുള്ള ഓരോന്നും തന്നെ നമുക്ക് വെരി 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 പ്രേഷ്യസ് ആണ്. അപ്പൊ അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കണം അല്ലെ, ഉപയോഗിക്കുകയും വേണം, നമ്മളെ സംരക്ഷിക്കുകയും വേണം. പിന്നെ ഇനി എങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നെഫ്സിൽ തന്നെ, അതായത് നമ്മള് അഥവാ അണിഞ്ഞൊരുങ്ങി നടന്നാൽ തന്നെ കുറ്റം അല്ലെ. ചില ഹസ്ബൻഡുമാര് നമ്മളിപ്പോ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കൂല, അങ്ങനെ ഒന്നുണ്ട് അങ്ങനെ. പക്ഷെ ചില മനസ്സിന്റെ ഉള്ളിൽ അവര് ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ, നമ്മൾ കാണാണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് നമ്മളെ വൃത്തിയിലും നീറ്റിലും തന്നെ വീട്ടിന്റെ അകത്തുനിന്ന് നടക്കാനും ശ്രദ്ധിക്കുക അല്ലെ. എന്തോ ഒരു കോലത്തില് മീൻ മുറിച്ച് ചില ലേഡീസ് ഒക്കെ രാത്രി കിടക്കുമ്പോ പോലും പിന്നെ എന്താ പറയാ ഡ്രസ്സ് മാറാണ്ട് കിടക്കുന്നവരും ഉണ്ട് അല്ലെ. ആ വേർത്ത് മണത്ത് അക്കോലത്ത് തന്നെ. ഇപ്പൊ നോക്കി അടുക്കളയിലൊക്കെ ഒരു പെണ്ണുങ്ങൾ ചത്ത് പണിയെടുക്കുക, പല ജാതി പണികളും. എന്നാലും അവര് അതൊക്കെ എടുത്തു കഴിഞ്ഞാലും അന്ന് നീ ഇത്രയൊക്കെ എടുത്തല്ലോ എന്ന് ഉമ്മ പറയോ? ഉമ്മയും പറയില്ല, മകൻ പറയില്ല അല്ലെ. അതാണ് നമ്മുടെ ഇന്നത്തെ സ്ത്രീകളെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മളെ പുന്നാരിപ്പിക്കാൻ, നമ്മളെ താലോലിപ്പിക്കാൻ, നമുക്ക് സ്വർഗം കിട്ടുവാൻ, നമുക്ക് ഉന്നത പദവികൾ പിന്നെ കരസ്ഥമാക്കുവാൻ, പിന്നെ എന്താ പറയാ നമുക്കൊരു എന്താ പറയാ ഒരു സമൂഹത്തിനൊരു വാല്യൂ വേണമെങ്കിൽ ഒക്കെ നാം തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ അല്ലെ. ഓഫ് കോഴ്സ് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ഖബറിലേക്കും മറ്റന്നാ മഹ്ശറയിലേക്കും അതിന്റെ പിറ്റേന്ന് സ്വർഗത്തിലേക്കും പിന്നെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു സാധനമാണ് നമ്മുടെ ബോഡി അല്ലെ. അത് അടുക്കളയിൽ കിടന്ന് കത്തി എരിഞ്ഞ് അമർന്ന് തീരേണ്ട ഒരു മെഴുകുതിരി അല്ല അല്ലെ. ഓരോ നേരം ഓരോ ടൈപ്പ് കറികൾ, ഓരോ തരം ഫുഡുകൾ, ഫുൾ ടൈം വീട് അടിക്കലും വാരലും തുടക്കലും അല്ലെ. അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ എന്ത് വിചാരിക്കും, ആരെങ്കിലും കണ്ടാൽ എന്ത് പറയും, ഇതിനും വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുകയാണ് ആക്ച്വലി അല്ലെ. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് കഴിയുന്നത് ചെയ്യുക. ദിവസം വീട് തുടക്കുന്നവരുണ്ട്, ദിവസം ചണ്ടിയില്ലെങ്കിലും അടിച്ചു വാരുന്നവരുണ്ട്, ദിവസം 2 പീസാണെങ്കിൽ പോലും വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പുന്നവരുണ്ട് അല്ലെ. ഇല്ലേ? ആരെങ്കിലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്താട്ടെ, അങ്ങനെ ചെയ്യുന്നോലില്ലേ? ഇനി 2 പീസാണെങ്കിൽ അവർക്കത് തിരുമ്പി ശീലായിപ്പോയി. ആൻസപ്പ് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെ. 2 പീസാണെങ്കിൽ അവർ കൊണ്ടേ തിരുമ്പും. ഇനി അതല്ല ഒട്ടും കാട്ടവും ചണ്ടിയും ഇല്ലെങ്കിലും അവർ അടിച്ചു വാരും അല്ലെ.
ഒരു പൊടി ഒന്നുമില്ല. ഇന്നലെ കുട്ടികൾ ഉമ്മാന്റെ വീട്ടിൽ പാർക്കാൻ പോയതാ, ഒന്നുമില്ല. ഞാനും എന്റെ ഹസ്ബൻഡ്. എന്നാലും പിറ്റേന്ന് അടിച്ചുവാരുകയും ചെയ്യും, തുടക്കുകയും ചെയ്യും അല്ലെ. ഇതൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്? നാട്ടുകാരെ കാണിക്കാൻ അല്ലെ. നിങ്ങളെ നഫ്സിനെ രക്ഷിക്കാനല്ലാലോ. ആണോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മുടെ നഫ്സിന് വേണ്ടി, നമ്മുടെ നഫ്സിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചേ മതിയാവും. കാരണം നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നത് നഫ്സാണെന്ന സത്യാവസ്ഥ ഈ ഗ്രൂപ്പിൽ പലർക്കും അറിയില്ല. എന്നിപ്പോ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ മനസ്സിലായി. അതിലൊരാൾ മാത്രമാണ് നഫ്സ് എന്ന് പറഞ്ഞ, ബാക്കി എല്ലാവരും പല പല ഈമാന്, തഖ്വ, അമല് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ നഫ്സാണ്. നമ്മുടെ നഫ്സ് കബറിൽ കിടന്നാലേ പുഴുവിന്റെയും പിന്നെ പാമ്പിന്റെയും മറ്റെന്താ പറയണ്ടേ സ്വർഗത്തിലെ അല്ല നരകത്തിലെ ദണ്ട് കൊണ്ടുള്ള അടിയൊക്കെ നഫ്സാണ് കൊള്ളണ്ടേ. നാളെ മഹ്ശറിൽ പോയി നിന്നാ സൂര്യൻ ഒരിച്ചാണ് മേലെ വെന്തുരുകി ഇങ്ങനെ തീയത്തതായി വെന്തതായി നിൽക്കുമ്പോ ബേജാറോടുകൂടി ഇരിക്കാനൊരു സീറ്റില്ല, ഇരിക്കാൻ സ്ഥലമില്ല, ആരൊരു സഹായവും ഇല്ല. അവിടെയും നമ്മുടെ ബോഡിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ആരോഗ്യം അല്ലെ ഒക്കെ ഇങ്ങനൊക്കെ ആണെങ്കിൽ സ്വർഗത്ത് പോയാൽ ഡയമണ്ട് നെക്ലേസ് ഇടാനും ഡയമണ്ടിന്റെ മോതിരം ഇടാനും പട്ടുസാരി ഉടുക്കാനും ടൂറ് പോകാനും ഒക്കെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ബോഡി ഉണ്ടാവും. അവിടെ നമുക്ക് ഫ്രണ്ട്സിനോടൊപ്പം മാടിക്കൊഴിഞ്ഞ് കളിക്കാനും എന്തുണ്ട്? നമ്മുടെ ബോഡി ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയെ നമ്മുടെ എന്താ പറയണ്ടത്, നമ്മുടെ അമലുകൾ ചെയ്തിട്ടും നമുക്ക് ചെയ്യാനുള്ള എല്ലാം ഇതിപ്പോ ഇനിയിപ്പോ അമ്മായിമ്മനെ ചികിത്സിക്കാൻ അപ്പോഴും ഞാൻ എന്റെ ബോഡിയെ, ഇപ്പൊ ചിലരൊക്കെ ഞാൻ കഥ പറഞ്ഞിരുന്നുണ്ട് പിന്നീട് ഇൻഷാ അല്ലാ. അപ്പൊ ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്കാണ് നമ്മൾ അള്ളാഹു മാടി വിളിക്കുന്നതിലെ ഫീഹിമ ഫാക്കിയത്തു വന്നഹലു വറുമ്മാൻ അല്ലെ. സൂറത്തു റഹ്മാൻ 68 ആയ നമ്പർ 68 ഉണ്ടല്ലേ. അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, ഈത്തപ്പഴയും ഉറുമാനും ഉണ്ട് അല്ലെ. പിന്നെ ഫീഹിന്ന ഹൈറാത്തുൻ ഹിസാൻ അല്ലെ, അവയിൽ സുന്ദരികളായ ഉത്തമ തരുണികളുണ്ട്. പിന്നെ ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, കൂടാരത്തിൽ ഒരുക്കി പ്പെട്ട തരുണികൾ അല്ലെ. അത് നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ ഉപദ്രവമാണല്ലോ ഈ ഹൂർലിങ്ങൾ പെണ്ണുങ്ങൾ. പക്ഷെ നമുക്ക് ഉപദ്രവം ഒന്നല്ല, നമുക്കൊരു ഹെൽപ്പും കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ. ലം യത്മിസ്ഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ, അതായത് ഒരു മനുഷ്യനും തൊടാത്തത്ര പ്യൂരിഫൈഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മളിപ്പോ നരകത്ത് കിടന്ന് ഇങ്ങനൊക്കെ വീടും നോക്കി നിസ്കരിക്കുന്നുമില്ല, നോമ്പ് പിടിക്കുന്നില്ല, ഓതൊന്നുമില്ല, അടിച്ചാരിയും തുടച്ചും തിരുമ്പി കഴിഞ്ഞ് നരകത്ത് പോയി കൊണ്ട ഭർത്താവിനിപ്പോ എന്താണ്? അവന് പരിശുദ്ധരായ ഇണകൾ അവിടെ കിട്ടും അല്ലെ. എല്ലാം എത്തുന്ന ഇൻസും ഖബലഹും വലാ ജാൻ, ഒരു മനുഷ്യനോ ഒരു ജിന്നോ ആരും തൊടാത്ത തരുണീമണികൾ, എന്താ പറയണ്ടേ, കന്യകയായ സ്ത്രീകൾ അവിടെ കിട്ടും. അപ്പൊ ഭർത്താവിന് ഇപ്പൊ നമ്മൾ നമ്മുടെ ശരീരം നഷ്ടപ്പെടുത്തിയാലോ കോലം നഷ്ടപ്പെടുത്തിയാലോ അമല് ചെയ്തിട്ടില്ലെങ്കിലൊന്നും മൂപ്പർക്കൊന്നുമില്ല. മൂപ്പര് ചെയ്ത അമലായിട്ട് മൂപ്പർക്ക് സ്വർഗത്തിൽ അടിപൊളി ലൈഫ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നാം കൂടുതൽ നമ്മുടെ ബോഡിയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ബോഡിയെ കാത്തു സൂക്ഷിക്കാൻ മീൻസ് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ക്രീമും പൗഡറും ഇട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് അടിച്ച് ചെത്തി നടക്കാനാണ് ഞാൻ പറയുന്നത്. അതല്ല, സ്വർഗത്തിലേക്ക് ബോഡിയെ ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെ. ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് കഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്റെ സ്വർഗം നേടും. എന്റെ ഭർത്താവിനെയോ ഉമ്മയെയോ കുട്ടികളെ ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ വിചാരിക്കണം. അപ്പൊ ഞാൻ തന്നെ പിന്നെ എന്റെ മോള് ഞാൻ എവിടെ പോകുക എന്തേ ആക്കുകയാണെന്ന് ചോദിക്കുമോ, ഉമ്മക്ക് നല്ല സുഖം, അമ്മ അങ്ങനെ ഇങ്ങനെ ചെറിയ മോള് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിക്കുക, ഈ ചെയ്ത അമലൊക്കെ എനിക്ക് എഴുതിയേക്കുമെന്ന് ചോദിക്കും. ഞാനിങ്ങനെ എവിടെയും പോകണം. ഞാൻ 10 മാസം 9 മാസമൊക്കെ വയറ്റിലുള്ളപ്പോഴും ഞാൻ ചിലപ്പോ കാഫിരിക്കാനും പോവും, പള്ളിയിൽ കുറെ നേരം തറാവിസ്കാരത്തിനൊക്കെ പോകുമ്പോഴേക്കും ഉമ്മക്ക് അതോ ഞാൻ പറയാം അതിനാണ് അള്ളാഹ് ഫോൺ എന്നത്. എനിക്കൊരു പെയിന് പേന്നറിയുമ്പത്തി ഞാനിവിടെ എത്തും, ഇൻഷാ അല്ലാഹ് ഇവിടെ അടുത്താണല്ലോ പള്ളി എന്ന് അറിയും അല്ലെ. അപ്പൊ നമ്മളെ സ്വർഗം അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ മോളെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകണോ, അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണോ, പിന്നെ അവളെ ഭർത്താവിന്റെ വീട്ടുകാർ വന്നാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി നമ്മൾ നമ്മുടെ സ്വർഗം ഉറപ്പാക്കണം അല്ലെ. അപ്പൊ വരുമ്പോ എനിക്ക് അവിടെ ഇരിക്കുക വേണമെങ്കിൽ ഒരു 7 മാസം കഴിഞ്ഞാലോ, ഓളാണെങ്കിലോ മക്കളാണെങ്കിലോ മക്കളെ ഒരു ഹസ്ബൻഡ് വിളിച്ചാൽ ആ സ്ഥലത്തും പോവുകയും ചെയ്യും അല്ലെ. അവര് പോവില്ല, ടൗണിലും ബീച്ചിലൊക്കെ പോകും. 8-7 മാസമായ കാറിൽ അങ്ങനെ ചെത്തി നടക്കും. പക്ഷെ നമ്മൾ ഈ മക്കളുണ്ടല്ലോ എന്നും പറഞ്ഞ ഒന്നും പോകാണ്ട് ഒരു കൂലിയും വാങ്ങാണ്ട് കുത്തിരിക്കും. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. പിന്നെ ഇനിയിപ്പോ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ അതായത് മെഡിക്കൽ കോളേജിലെ എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട് ഫസ്റ്റ് ഇയറിൽ അല്ലെ. അപ്പം ആ ഒരു വിഷയത്തില് പിന്നെ ഒരു
കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് ഹാർട്ടാണ്. ഹാർട്ടിനെ ബ്ലഡ് പ്യൂരിഫൈ മെഷീൻ ഹാർട്ടിന്റെ അടുത്താ കിടക്കുന്നത്. എന്നാൽ ഈ ഹാർട്ട് പ്യൂരിഫൈഡ് ബ്ലഡ് ആർക്കെല്ലാം കൊടുക്കും? ബ്രെയിനിന് കൊടുക്കും, കിഡ്നിക്ക് കൊടുക്കും, ലിവറിന് കൊടുക്കും, സ്കിന്നിന് കൊടുക്കും, കാലിന്റെ അടിയിലെ ഞരമ്പിന് വരെ കൊടുക്കും, മൂർധാവിന് വരെ കൊടുക്കും, അല്ലെ? അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഹാർട്ട് പ്യൂരിഫൈ ചെയ്ത 24 ഹവേഴ്സ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ട് ഹാർട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഹാർട്ട് ആർക്കാണ് കൊടുക്കുന്നത്? ഇതിൽ സയൻസിൽ ആർക്കെങ്കിലും ഒരു വിവരം ഉണ്ടോന്ന് അറിയാനാണ്. റഷീദ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കി ഒരു ഉത്തരം പറയട്ടെ. ആദ്യമായിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഹാർട്ടിനോ? ആർക്കാ? നിങ്ങൾ പറഞ്ഞോളൂ, ഇത്ര സ്വീകരിക്കാം. ഹാർട്ട് തന്നെ കുറച്ച് എടുത്തിട്ടാണ് ബാക്കി യൂസ് ചെയ്യുന്നത്. അഭിപ്രായം അതന്നെ, ആർത്തിന്ന് തന്നെ പിന്നെ ചെറിയ ധമനിയിലേക്ക് ഇങ്ങനെ പോവുക. അപ്പൊ ആദ്യം കിട്ടുന്ന ബ്ലഡ് ആർക്കാ കൊടുക്കുന്നത്? ഹാർട്ടിന് തന്നെ. ആദ്യം പ്യൂരിഫൈ ചെയ്യുന്ന ബ്ലഡ് ഹാർട്ടിന് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പം ഈ സത്യാവസ്ഥ ഗ്രൂപ്പിൽ അറിയാത്തവർ ഒരുപാട് ഉണ്ടായിരിക്കും, മേ ബി, അല്ലേ? ഇല്ലേ? ഹാർട്ടിന് തന്നെയാണ് ബ്ലഡ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് പ്യൂരിഫൈ 24 ഹവേഴ്സിൽ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടേ ബ്ലഡ് കിട്ടുന്നത്. അതേമാതിരി ഞമ്മക്ക് വേണ്ടി ചെയ്യാമെന്നാണ് ടീച്ചർ പറയുന്നത്. അതെ, ഈ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആരാ? ഉദയ തമ്പുരാൻ. അന്ന് മ്യൂട്ടാക്കണേ. അപ്പം അങ്ങനെ അല്ലെ, ഈ ആകാശവും ഭൂമികളൊക്കെ സൃഷ്ടിച്ച അല്ലാഹ് ഈ ഹാർട്ട് ഉണ്ടാക്കുമ്പോ ബ്രെയിനിന് കൊടുക്കാണ്ട്, കിഡ്നിക്കും ലിവറിനും ഒന്നും കൊടുക്കാണ്ട് പ്യൂരിഫൈഡ് ബ്ലഡ് ഹാർട്ടിന് കൊടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? ഹാർട്ട് ചെയ്യുന്നത് ഹാർട്ടിന് തന്നെ ഫേസ്റ്റ്ലി, അല്ലെ? ആദ്യമായിട്ട് ഹാർട്ടിന് ഉപകാരം കിട്ടണം എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിന് ഇപ്പൊ ഉമ്മ ഉണ്ട്, വയസ്സായ ഉമ്മ കിടക്കുന്നുണ്ട്, അല്ലെ? അമ്മായിമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യണം, അവർക്കെല്ലാം വേണ്ടതൊക്കെ ചെയ്യണം. പക്ഷെ എന്താക്കുന്നറിയോ? ഞാൻ പരിചയമുള്ള ഒരു സ്വന്തം ഒരാള്, നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ആളെ പേര് പറയുന്നില്ല. അവരെന്ത് പണി ചെയ്തു? അവർക്ക് കുറെ മക്കളുണ്ട് ഉമ്മക്ക്. പക്ഷെ അവളെ ഭർത്താവിന് അവളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈ ഉമ്മനെ വേണ്ടാത്ത എന്താ പറയാ, കുട്ടിയൊക്കെ നമ്മള് ദുശ്ശീലങ്ങൾ പഠിപ്പിക്കില്ല, അതുപോലെ ഉമ്മനെ പഠിപ്പിച്ച് 3 നേരം സ്പെഷ്യലി മേഡ് അതാത് നേരത്തെ ഫുഡ്, തഹജ്ജുദിന് എണീച്ച ചായയും കടിയും. അതായത് ഏതൊരു സമയത്ത് തഹജ്ജുദിന് അവര് നിസ്കരിക്കും, പക്ഷെ തോത്ര സമയത്ത്. പിന്നെ ആണെങ്കിൽ ഇവർ എവിടെയും പോകാൻ പാടില്ല, ഇവര് വീട്ടിലുണ്ടായാല്. പിന്നെ ആണെങ്കിൽ നാട്ടിലുള്ള വിരുന്നാര് മുഴുവനും വരും, അവർക്കെല്ലാം ഇവര് പറയുന്ന ടൈപ്പ് പലഹാരങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ചു. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ പഠിപ്പിച്ചൊരു ദായിയാണ്. അവര് ദാവം നടത്തുന്നതിന് അവസാനം എന്ത് ചെയ്ത്, അവർക്കൊരു 40-45 വയസ്സാകുമ്പത്തിന് അവരെ കാലിനില്ലാത്ത അസുഖങ്ങളില്ല. ഭർത്താവും കുട്ടികളാണെങ്കിൽ ഒരു തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഡിസ്റ്റർബ് ചെയ്യയില്ല, പണിയെടുക്കാനും പറയില്ല. നല്ല ഭർത്താവ്, ഭയങ്കര സ്നേഹമുള്ള ഭർത്താവ്. പക്ഷെ ഇവരെന്ത് ചെയ്തു എന്നാണ്, ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് ഇവരെ ബോഡിനെ അബ്യൂസ് ചെയ്ത് പീഡിപ്പിച്ച അമ്മായിമ്മന്റെ കാലിന്റെ ചോട്ടിൽ അവിടെ വെച്ചെടുത്ത്. ബാക്കിയുള്ള മക്കളൊക്കെ ഗൾഫിലാണ്. എന്നിട്ട് ഇവരും ഭാര്യമാര് എപ്പോഴെങ്കിലും വന്നാല്, പൊന്നാര താത്ത നിങ്ങൾ എന്തൊരു പണിയാ, എന്തൊരു പഠിപ്പാണ് ഈ ഉമ്മനെ പഠിപ്പിച്ച, അമ്മക്കൊന്നും കഴിയൂലേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്, അല്ലേ? എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു ബോർഡർ ഉണ്ട്, അതിർത്തി ഉണ്ട്. ഇപ്പൊ എന്റെ അതിർത്തിയാണ്ട് പാകിസ്ഥാനിലേക്ക് കിടക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കോ? ഇല്ല. പാകിസ്ഥാനിലെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കിടക്കാൻ പിന്നെ മുസ്ലിംസിനെ സമ്മതിക്കോ? ഇല്ല. എല്ലാവർക്കും, ഈവൻ ഇസ്ലാമിന് വരെ ഒരു ബൗണ്ടറി അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വെക്കാൻ അല്ലാഹു സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയിട്ട് മതി തഹജ്ജുദ്, അല്ലേ? അഥവാ നിങ്ങൾ വല്ല വിഷമവും പ്രയാസവും ഭയങ്കര കൊടും ചൂടാണെങ്കിൽ ഫർള് നിസ്കാരോ പിന്നെ ഫർളിനോട് അനുബന്ധിച്ചാക്കാം. അതുപോലെ സുന്നത്തുകൾ കുറയ്ക്കാം, ആയത്തുകളുടെ നീളം കുറയ്ക്കാം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മോളെ മോളിപ്പോ ബോംബെയിലോ ഡൽഹിയിലാണ്. ഇപ്പൊ എന്റെ മോളെ വീട്ടിലല്ലേ പോയതെന്ന് വിചാരിച്ച അവിടെ എത്തിയാ എനിക്ക് എന്തുണ്ട്? ഫർള് 2 നിസ്കരിച്ചാൽ മതി, സുന്നത്ത് വേണ്ട, അല്ലെ? അവിടൊക്കെയും അള്ളാഹു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അനുവദിച്ച അള്ളാഹുവിന്റെ നിയമങ്ങളൊന്നും കേൾക്കാണ്ട് ഈ ഫുൾ
ടൈം അമ്മായിമ്മനെ വേണ്ടാത്ത എല്ലാ മാഞ്ഞാലും നമ്മളെ കോഴിക്കോടൻ ഭാഷ പറഞ്ഞ മാഞ്ഞാലും പഠിപ്പിച്ച് അങ്ങനെ ഒരിക്കലും ഈ സ്ത്രീ എവിടെയോ പോകാൻ അത്യാവശ്യമായിട്ട് ഇതുപോലെ ഇതൊരു ക്ലാസ് പോണല്ലേ. അപ്പൊ തലേ ദിവസം കുറെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പറഞ്ഞത്ര ഉമ്മ ഇന്നലെ അല്ല പിറ്റേ ദിവസം പോകാൻ നേരത്ത് ഇതൊക്കെ സെർവ് ചെയ്ത് വെച്ചു. തലേ ദിവസത്തെ കറികളാ. അതിമ ലൊഹറ് നിസ്കരിച്ച് ചോറിന്റെ അടുത്ത് വന്ന് നോക്കി കറികളൊക്കെ കണ്ടേരെ വേഗം ഫോൺ വിളിച്ച് മോനോട് പറഞ്ഞു വേഗം ബിരിയാണിക്ക് ഓർഡർ ചെയ്തോ, ഞാനിതൊന്നും തിന്നൂല. എത്രക്കുണ്ട് ഭയങ്കരമായിട്ട് നിസ്കരിക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ആയിരിക്കാം മേ ബി ആ നിസ്കാരവും ഒത്തുകൈമക്ക് അള്ളാഹു കൊടുക്കട്ടെ. പക്ഷെ മരുമകളെ പീഡിപ്പിച്ചിട്ടൊരു നിസ്കാരം അവിടെ ഉണ്ടോ? പക്ഷെ ഇതിന് മരുമകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൂടാ, മരുമകൾ സ്വന്തം നഫ്സിനെ പീഡിപ്പിച്ചു എന്നാണ് ഇതിന്റെ ഉത്തരം. ഐ റൈറ്റ്? ഞാൻ പറയുന്നത് ശരിയല്ലേ? ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് വിടാം അല്ലെ? ഇതിന്റെ ഉത്തരം ഞാനിപ്പോ എന്റെ ഉമ്മയാണ് എന്റെ വീട്ടിൽ പോയി വന്ന് താമസിക്കുന്നെങ്കിൽ ഉമ്മ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം, ഇങ്ങനെയാണ് ഉമ്മക്ക് എന്താ വേണ്ടി ആക്കി കൊടുക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഉച്ചക്കത്തെ കറി തന്നെ രാത്രി കഴിക്കും, ഇനി രാത്രി ഫ്രഷ് കറി ഉണ്ടാക്കിയാൽ തന്നെ രാവിലെ കൂട്ടും. ഞാൻ എല്ലാ നേരം ഒന്നും ഉണ്ടാക്കലില്ല, എന്റെ നിസ്കാരം ഒത്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ എന്റെ ഉമ്മയോട് അങ്ങനെ തന്നെ പറയും. എന്നിട്ട് ഇവരെ ഏട്ടനനിയന്മാരെ ഭാര്യമാരൊക്കെ ഗൾഫിൽ നിന്ന് വന്ന അവരിവരെ ശകാരിക്ക, ഓ ഇതെന്തൊരു പഠിപ്പായി പെണ്ണുങ്ങൾ പഠിപ്പിച്ചു വെച്ചെന്നും പറഞ്ഞിട്ട് ഉമ്മനെ ആർക്കും പോറ്റാൻ പറ്റാത്ത ഒരു കോലത്തിലേക്കായി. മാത്രമല്ല ഈ മരുമകളെ കാലങ്ങനെ അവലും കഞ്ഞായി കാലും കൊണ്ട് ഡോക്ടർമാർക്കൊന്നും ഒന്നും ഒരു രക്ഷയില്ലാത്ത കോലത്തിലുള്ള ജാമ്യം ചെയ്യൂള്ള ഹോമിയോ മരുന്നും കുടിക്കൂ. അതായത് ഇംഗ്ലീഷ് ഡോക്ടർമാർക്ക് ഒരു ഹസ്ബൻഡ് അവരെന്ന് വെച്ച് മരിച്ച് പണിയെടുക്കുന്നോണ്ട് എവിടെ പോകാൻ അയാൾ പൈസ കൊടുക്കും. അങ്ങനെ ഇവര് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യത്തിന്? ഈ ഉമ്മയാവട്ടെ അമ്മായിയമ്മയാവട്ടെ ഭർത്താവട്ടെ നമ്മുടെ കഴിവിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഇബാദത്തിന്റെ കാര്യത്തിലാണ് അള്ളാഹു ആ ആയത്ത് പ്രയോഗിച്ചതെങ്കിൽ നമ്മൾ എന്തിന് ഭൗതിക ദുനിയാവിലെ സുഖത്തിന്റെ കാര്യത്തിൽ ഈ ആയത്തിനെ അവഗണിക്കുന്നത്? എന്തിനവഗണിക്കണം? അപ്പൊ ഈ ഉമ്മയുടെ ഈ ഒരു പിന്നെ ദാവിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആ അമ്മായിമ്മനെ കുറ്റപ്പെടുത്താമോ? പാടില്ല. ആർക്കാ കുറ്റം? അവർക്ക് തന്നെ. പിന്നെ ഞാൻ കണ്ട വേറൊരു ലേഡി ഭയങ്കര നല്ലൊരു പെണ്ണുങ്ങളാണ്, എപ്പോഴും തിരുമ്പി ഒരു മഴക്കാലത്തൊക്കെ 30 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. മഴക്കാലത്തൊക്കെ ഡ്രസ്സ് അലക്കുകയാണെങ്കിൽ ആദ്യം അലക്കും വാഷിംഗ് മെഷീനിൽ ഇടും. വാഷിംഗ് മെഷീൻ അലക്കുന്നതും കല്ലുമ്മൽ അലക്കുന്നതായിട്ടുള്ള ഡിഫറൻസ് നമുക്കറിയാലോ. നമ്മളിപ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ആയത് കൊണ്ടല്ലേ. പണ്ടൊന്നും അത് പറ്റൂല, വെള്ള തുണിക്ക് നിറം കിട്ടൂല. എന്നിട്ട് കല്ലമ്മ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അടിച്ചോരതി ഏരിയയിലൊക്കെ വെച്ച് കഴുകും. കഴുകി അയലുമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ തുള്ളി തെറിച്ചാൽ അത് കണ്ട് പിന്നെയും തരും, പിന്നെയും വാഷ് ചെയ്യും. പിന്നെയും വാഷ് ചെയ്ത് മഴയത്തുനിന്ന് വെയിൽ കണ്ട വെയിലത്ത് കൊണ്ടുപോയിട്ട് ആ വെയിലത്തുനിന്നും എന്തെങ്കിലും ചളിയാവും. നനഞ്ഞ തുണി വെയിലത്തിടുമ്പോ അരിമലിടുമ്പോ എന്തെങ്കിലും ചളിയാവില്ല, അപ്പം പിന്നെയും തിരുമ്പും. ഇങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കും. അവരവരുടെ ശരീരം തീരെ നോക്കില്ല. തീരെ നോക്കിയാൽ ചിലപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്തതായിട്ട് ആ ലിസ്റ്റില് ഒരു സാധനമായ ഉമ്മക്ക് ഇല്ലാത്തതായിട്ടില്ല. അങ്ങനെ ശ്രദ്ധിച്ച് മക്കൾക്കാണെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല കേട്ടോ, കാരണം ഈ വസ്വാസം എല്ലാം കഴിഞ്ഞാൽ മതി, സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനം ഒരിക്കൽ പോലും നല്ല വാക്കോ സ്നേഹമോ പിന്നെ അവർക്ക് ആ ഉമ്മക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാത്തതായിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ തറവാട്ടിലായതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ എല്ലാ വീട്ടിലും വിരുന്ന് പോകുമ്പോഴൊക്കെ കുട്ടികളെ അന്ന് ഇന്നത്തെ പോലെ കുട്ടികള് മൊബൈൽ കളിച്ചിരിക്കലോ ടി വി കണ്ടിരിക്കലോ അല്ല. നമ്മള് കുടുംബത്തിലൊക്കെ എല്ലാ വീട്ടിലും കുടുംബത്തിൽ വിസിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ, ഞാൻ ആദ്യം തന്നെ ഒരു സൈക്കോളജി മൈൻഡഡ് ആയതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഓരോന്നുണ്ട്. ഓരോരുത്തർ അത് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആയിപ്പോ, ഇത് ചെയ്തിട്ട് അങ്ങനെ ആയിപ്പോ, അപ്പൊ അതുകൊണ്ട് ആ തെറ്റ് നമ്മൾ ചെയ്യരുത്, ഈ തെറ്റ് നമ്മൾ ചെയ്യരുത് എന്നുള്ള ഒരു ബേസിക് ലാംഗ്വേജ്, ഒരു അടിത്തറ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിൽ പോലും അവർക്ക് സമയത്തിന് കുളിക്കാൻ നേരമില്ല, ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ നേരമില്ല, ഭർത്താവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമയമില്ല. അവർ ഫുൾ ടൈം ഇതിൽ തന്നെ. അത് എന്തിനധികം പറയുന്നു, അള്ളാഹുവിനോട് അടുക്കാൻ പോലും അവർക്ക് സമയമില്ലായിരുന്നു. പലപ്പോഴും ളുഹർ അസർ കഴിഞ്ഞിട്ടായിരുന്നു നിസ്കരിക്കാറില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്തിന് നമ്മൾ ഇങ്ങനെ നമ്മുടെ ശരീരം അബ്യൂസ് ചെയ്യുന്നു? ആം ഐ കറക്റ്റ്? ശരിയാണോ? ഈ രീതിയിലാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ രീതിയിലാണോ? നിങ്ങൾക്ക് ഹാൻഡ്സപ്പ് ചെയ്യാം ശരിയാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാം. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരം കവച്ച് വെച്ചിട്ട് അമ്മായിമ്മയാവട്ടെ ഭർത്താവാവട്ടെ കുട്ടികളാവട്ടെ, അതുപോലെ ചില സ്ത്രീകളുണ്ട്, ഇപ്പൊ നമ്മളെ ഉമ്മമാരെക്കാൾ തന്നെ നേർച്ചോളി വെറുതെ വിളിച്ചും കൊണ്ടിരിക്കും. ആദ്യം കഞ്ഞി ചോദിക്കും, പിന്നെ ചായ ചോദിക്കും, പിന്നെ വെള്ളം ചോദിക്കും, പിന്നെ ചുടുവെള്ളം ചോദിക്കും. പത്തിരി ചുട്ടാ പറ്റൂല, പെട്ട് ചുട്ടാ പറ്റൂല, ദോശ ചുട്ട, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോള് പിണങ്ങിയിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഒന്നുമല്ല, ഉമ്മ ഇവിടെ ഞാനൊരാളാ, എനിക്ക് 5 മക്കളെ നോക്കണം. അവരെ പിന്നെ ചെറിയ മക്കളെ ടോയ്ലറ്റ്
പോണം, അത് കഴുകി കൊടുക്കണം, തൊട്ടില് കെട്ടിക്കൊടുക്കണം, മാട്ടിക്കൊടുക്കണം. അതിന് പനിച്ചാല് ജലദോഷം പിടിച്ചാല്, മൂത്ത കുട്ടിക്ക് സ്കൂളിൽ പോകണം, അതിന്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം. കാക്ക പോവില്ല, അത് ഞാൻ പോണം. സാധനം ഇല്ലാത്തത് വാങ്ങിക്കൊണ്ടുവരണം, ഫോണ് വിളിക്കണം. പിന്നെ എനിക്കുണ്ട് ഒരു ഉമ്മയും ഉപ്പയും, അവരെ പോയി നോക്കണം. അത് എന്നോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ഈ അമ്മായിയമ്മനെ നോക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു ചോദിക്കൂല, സ്വന്തം ഉമ്മയെ പോയി നോക്കിയിട്ടില്ലെങ്കിൽ ചോദിക്കൂല. ഞാനും ഒരു മനുഷ്യനാണ് ഉമ്മ, എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് എനിക്ക് ളുഹ നിസ്കരിക്കണം ഉമ്മ, ലൊഹർ നിസ്കരിക്കണം ഉമ്മ, ലൊഹറിനപ്പുറം ഇപ്പുറം സുന്നത്തുണ്ട് ഉമ്മ, ഫുൾ ടൈം ഉമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ എന്റെ അടുത്ത് സമയമില്ല. ഉമ്മ ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ദിവസം ഒന്ന് മോളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയുന്നറിയാം. ഒരു മോളും വരൂല, ഈ നോക്കുന്നോല് എന്നെ നോക്കൂ അല്ലെ. അപ്പൊ നമ്മുടെ ശരീരം, നമ്മുടെ സൗകര്യം, നമ്മുടെ നിസ്കാരം അതൊക്കെ കഴിച്ചിട്ട് നോക്കണ്ടെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഉമ്മക്ക് നല്ല ചോറ് വെച്ചെടുക്കണോ, ഉമ്മ പറയുന്ന പഴയ മോഡൽ കറികൾ എന്തെല്ലാം, മുല്ലപ്പൂ കറി, പാല് വായക്ക, അങ്ങനത്തെ പല ടൈപ്പ് കറികളുണ്ട്. അതൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടാവും, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാനിപ്പോ എന്റെ മദറിലും അടുത്ത വീട്ടിലെ സിസ്റ്റർ വീട്ടിലാണ് നിൽക്കൽ. എന്നാലും എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കുമ്പോ മീൻ സ്റ്റ്യൂ വെച്ചത്, നേരിയ പത്തിരി, വെള്ളപ്പം സ്റ്റ്യൂ, ഇങ്ങനത്തെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെയ്ച്ചോറ് സ്റ്റ്യൂ, കോഴിക്കോടിന്റെ ഒരു വിഭവം. എന്നാൽ അത് ഉണ്ടാക്കുമ്പോ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എന്റെ കുട്ടികളുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഉപ്പമ്മ ഉണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ ഒരൊക്കെ ഉമ്മക്ക് എന്ത് തന്നെയാ കയറ്റാ, ഉപ്പമ്മക്ക് വയറ്റുന്നു പോകുന്നു, ഉമ്മക്ക് ഇതൊന്നും. ഞാൻ പറയും, ഉപ്പമ്മ തിന്നണ്ട, ഉപ്പമ്മ കണ്ടാ മതി, എനിക്കതൊരു സന്തോഷമല്ല. മരുവോൾ എനിക്ക് തന്നല്ലോ, അത് കണ്ടോട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവര് തിന്നോട്ടെ, എന്നാലും കൊണ്ടുപോയി കൊടുക്കുന്ന അറിയും അല്ലെ. അങ്ങനെ കൊടുക്കണം, തിന്നിക്കണം, ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ഡ്രസ്സ് ഏൽപ്പിച്ചു കൊടുക്കണം, സൂക്കടായ കിടന്നാ നോക്കണം, പോയി നോക്കണം. പക്ഷെ എല്ലാം എന്റെ തലയിൽ, അല്ലെങ്കിൽ എല്ലാ പേരും എനിക്ക്, അത് കൊണ്ടസാണ് എല്ലാം ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്വർഗവും നമ്മുടെ സ്നേഹവും, എന്നിട്ടോ ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അവസാനം എന്താ ചെയ്യുക, ഭർത്താവിനോട് ഇങ്ങനെ പറയും, എന്തൊരടങ്ങാറാണ് നിങ്ങളമ്മയെ കൊണ്ട്, എനിക്ക് കഴിയുന്നില്ല, ആനാണ് ശരി. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനത്തെ യാതൊരു ആവശ്യവും ഇല്ല. ഈ ഉമ്മമാരായാലും കുട്ടികളെ ആയാലും ഭർത്താവിനെ ആയാലും വേണ്ടാത്ത എല്ലാ ശീലങ്ങളും പഠിപ്പിക്കുന്നത് ഈവൻ സ്ത്രീകളാണ്, നമ്മളാണ്. എനിക്കറിയാം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് മോള് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ പറഞ്ഞിട്ട് അവരെന്താണോ പറയുന്നതിന് ആ വര വിട്ട് ചെയ്യരുത്. ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ കൊണ്ട് ഭയങ്കര സുന്ദരിയായ ഓളെ വീട്ടിൽ പോയി ഓളെ വിചാരം എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്. 4 മക്കൾ അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് 4 മരുമക്കളിൽ 3 അവരവർക്ക് തോന്നിയ പോലെ, അവർക്ക് എന്താണോ പറ്റുന്നത് അതേ ചെയ്യും. ഈ കുട്ടി എന്താ കുറബേ ഒരുപാട് മക്കളുള്ള ഫാമിലിയാ. അവിടുത്തെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ഇപ്പൊ രാത്രി 11 മണിക്ക് 12 മണിക്ക് ഉറങ്ങി അന്നേരം വിളിക്കും പോണോന്ന് പറഞ്ഞിട്ട് അപ്പം പോകും. അവിടുത്തെ കാര്യങ്ങൾ, ഇവളെ വിചാരം ഈ അമ്മായിയമ്മ പെറ്റ ഈ വലിയൊരു തറവാട്ടിന്റെ ഈ വീട്ടിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എന്റെ തലയിലാണെന്നാണ് ഈ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത കുട്ടിക്ക്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. അവൾ മരുമകളായിട്ട് അവിടെ ചെല്ലുന്നു, അവൾ മകന്റെ ഭാര്യ. മക്കള് വന്നാ മക്കളെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ഉമ്മക്ക് കഴിയുന്നത് ചെയ്യുക. ഉമ്മ ആരോഗ്യമുള്ള ആളാണ് അത്യാവശ്യം. ഈ മരുമകൾ ഇതെല്ലാം തലയിൽ പേറിയപ്പോ നാത്തുമാരെന്ത് വിചാരിച്ച, അമ്മക്കൊക്കെ നല്ല സുഖമായി, ഇവളുണ്ടല്ലേ, എല്ലാം ഇവളെ കയ്യിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവളെ ഏൽപ്പിച്ച് ഇവലൊക്കെ മാറി നിൽക്കുക. അങ്ങനെ അപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അള്ളാഹുവിലാണ് തവക്കുലെങ്കിൽ അത് ചെയ്യുക. എനിക്ക് ഇത്ര കാര്യങ്ങൾ ഇന്ന സമയത്തെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു അവബോധം അവരിൽ വളർത്തുക. ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല കേട്ടോ ഈ ക്ലാസ്സിന്റെ. കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ, ന്യൂജൻ കുട്ടികൾ ഇതിനൊന്നും തയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ ഈ ക്ലാസ് കേൾക്കാനുണ്ട്. അവരൊന്നും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്കതിന് വലിയൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഞാൻ ഈ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ തുടങ്ങിയ ശേഷം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു പരിചയമുള്ള ഒരു സ്ത്രീ ഇതുപോലെ ക്ലാസ്സിൽ കയറി. പക്ഷെ അവരിപ്പം ഭയങ്കര സ്റ്റേൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് പറയും, ഞാൻ ഒന്നിനെ കുറിച്ച് ഇപ്പൊ ടെൻഷൻ അടിക്കാറില്ല, ഞാൻ എന്റെ സ്വർഗം ചോറുണ്ടാക്കും, കറി ഉണ്ടാക്കും, മക്കളെ നോക്കും, അവരാരെ കുറിച്ചിട്ട് ഞാൻ ഒട്ടും ടെൻഷൻ ആവാറില്ല. അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഞാൻ ദുആ ചെയ്യുക, ബാക്കി അള്ളാഹു നോക്കിക്കോട്ടെ എന്നുള്ള ടോണിലായപ്പോ എനിക്ക് ഭയങ്കര സമാധാനമൊന്നുമില്ലേ. ആക്ച്വലി നമ്മളും അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം, അതിനേക്കാൾ വലുതില്ലേ നമുക്ക് സ്വർഗം. അതിനേക്കാൾ വലുത് മറ്റൊന്നും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ. ഈ ഫുൾ ടൈം പണിയെടുത്തിട്ടും ഫുൾ ടൈം അടുക്കള ക്ലീൻ ചെയ്തിട്ടും ഒക്കെ അല്ലെ. പണ്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ കൃഷിപ്പണികളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞു വന്ന്, അല്ലെങ്കിൽ ആദ്യമേ കഞ്ഞി വെച്ചിട്ടാണ് അവര് രാവിലെ 10 മണിക്ക്
പാടത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് പോയി വരുമ്പത്തി പൂളയും കഞ്ഞിയും കുടിക്കണം, ഇവിടെയുള്ള പണിക്കാർക്ക് കൊടുക്കണം അല്ലെ. ഇതൊക്കെ അരിയാണെങ്കിൽ നെല്ല് കുത്തി അരിയാക്കണം. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവനവന്റെ ആയുസ്സും ആരോഗ്യവും സമയവും സ്വർഗവും ഒക്കെ ഇവര് നഷ്ടപ്പെടുത്താണ് അല്ലെ. നമ്മളൊക്കെ ഇനിയിപ്പൊ അതിന് തയ്യാറുണ്ടോ? ഇല്ല. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലെ. നമ്മുടെ ആരോഗ്യം കൊണ്ട് ഈ ആരോഗ്യം ഫ്ലോപ്പാകുന്നത്, അതായത് ഒരുപാട് നേരം അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. രാവിലെ അടുക്കളയിൽ കയറി കിച്ചണിൽ കയറി നമ്മള് ചായന്റെ ഉണ്ടാക്കുമ്പോ തന്നെ ചോറിന് അടുപ്പിൽ വെള്ളം വെക്കുക, ഉപ്പേരിക്ക് അരിയുക, ഉപ്പേരി ഉണ്ടാക്കുക, തേങ്ങ ഫ്രീസറിലാണെങ്കിൽ അത് പുറത്തൊക്കെ മിക്സിലടിക്കുക, മീൻ മുറിക്കുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് ഒറ്റ ടൈമിൽ രാവിലത്തെ ചായയും ചോറും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കുറേ ഉച്ചക്കത്തെ പണികൾ കഴിച്ചിട്ട് അടുക്കളയിൽ നിന്ന് കയറുക അല്ലെ. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്ത് കൈലൂല്യത്തിന്റെ ഉറക്കൊന്ന് ഉറങ്ങി ഒന്ന് കുറച്ച് ദിക്റെടുത്ത് ഒന്ന് ളുഹ നമസ്കരിച്ച് എന്നിട്ടാവട്ടെ ബാക്കി പണികള്. അത് മതി. നമ്മള് എന്റെ അറിവില് വേറൊരു, ഞാനിതൊക്കെ എന്റെ അനുഭവം പറയാനേ, വേറൊരു ലേഡി ഉണ്ട് ഇതുപോലെ ഒരുപാടൊന്നും പണികളൊന്നും എടുക്കൂല, പക്ഷെ ഭയങ്കര ഡയലോഗായിട്ട് ഇങ്ങനെ നടക്കും. ഭർത്താവിന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും ഭയങ്കര ഇതാണ്. ഭർത്താവിന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഇഷ്ടത്തിന് വേണ്ടി പണിയെടുത്തു, പക്ഷെ അടുക്കളയിൽ അവരെ സമയം സ്പോയിൽ ചെയ്തേ ഇല്ല. മര്യാദയ്ക്ക് ഒരു കറി പോലും അവരുണ്ടാക്കാറില്ല. സെർവന്റ് ഉണ്ടാക്കിയ കറിയാണ് ഭർത്താവ് കൂട്ടാറ്. പക്ഷെ നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മളെ കൈകൊണ്ട് തന്നെ മീൻ പൊരിച്ച്, നമ്മളെ കൈകൊണ്ട് തന്നെ പപ്പടം പൊരിച്ച്, നമ്മൾ തന്നെ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയൊക്കെയാണ് നമ്മൾ കൊടുക്കാറില്ലേ. എന്നിട്ട് പോലും നമുക്ക് വേണ്ട അത്ര സ്നേഹം കിട്ടുന്നില്ല. ഞാൻ ഈ സ്ത്രീയെ വാച്ച് ചെയ്തപ്പോ ഇവര് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ പലപ്പോഴും ഇവർ ഉണ്ടാക്കാറില്ല. പണിക്കാരുകളെ വെച്ചിട്ട് അവരെന്തൊക്കെയോ ടേസ്റ്റില് എന്തെല്ലോ മാതിരിപ്പൊ നമ്മുടെ ചെറിയ മീനുകളാണ് ഒരുപാട് സമയമൊക്കെ പിന്നെ ചട്ടി കിടന്ന് പറിച്ചു കഴിഞ്ഞാൽ മാന്ത ചൂട പോലത്തെ മീനൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ മുള്ളു വേറിട്ടൂല. ആ അവസ്ഥയിൽ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് ഇറക്കല്ലേ ചെയ്യാ. പക്ഷെ പണിക്കാരത്തികൾ ചെയ്യുമ്പോ അവരവരുടേതായ വിവരത്തിൽ എന്തൊക്കെയോ അതൊക്കെ കൂട്ടി തിന്നു. പക്ഷെ ഭർത്താവിന്റെ മുമ്പിൽ ഇവര് നല്ലൊരു സ്ത്രീ, ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നല്ലൊരു സ്ത്രീ. അപ്പൊ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ഒരുപാട് ഹിദ്മത്ത് ചെയ്തെന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ആരോഗ്യവും സമയവും സന്തോഷവും എല്ലാം കണക്കിലെടുക്കണം അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ലേഡീസിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. നിങ്ങൾ ഭർത്താവിനെ നോക്കണ്ട, മക്കള് നോക്കണ്ട ഒന്നും ഞാൻ പറയുന്നില്ല അല്ലെ. ചിലര് ചത്ത് പണിയെടുക്കും. ആക്ച്വലി അതിന്റെ ആവശ്യമുണ്ടോ? ചത്ത് പണിയെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് കഴിയുന്നത് മാത്രം ചെയ്യല്ലേ. ഞാൻ നേരത്തെ ചോദിച്ച ആയത്തുണ്ടല്ലോ അല്ലെ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ആർക്കൊരാളും തന്നെ വേറൊരാളിലെ അവനവനെ കഴിവിൽ പെടാത്തതൊന്നും ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്ന? സ്വന്തം പിന്നെ എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം നഫ്സ് അല്ല, എന്താ പറയുക, സന്തോഷത്തിന് വേണ്ടി. അല്ലെങ്കിൽ മറ്റുള്ളവർ മരുമോള് നല്ലതാണ്, അവള് ആ പുരയിലേക്ക് മതി എന്ന് ഒരു പിന്നെ ലേബൽ നെയിം കിട്ടാൻ വേണ്ടി ആയിരിക്കാം മേ ബി നിങ്ങൾ പണിയെടുക്കുന്നത് അല്ലെ. ഒരു ഭയങ്കര വിശ്വാസമുള്ള ഒരു അമ്മായിമ്മ, ഇവളിങ്ങനെ വിശ്വാസമായിട്ട് കളിക്കുമ്പോൾ കൗൺസിലിംഗ് കേസിൽ കുട്ടി വന്ന അപ്പൊ കുട്ടിയെ ചുമച്ച് നിസ്കരിക്കാൻ പറ്റുന്നില്ല, വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വൈകുന്നേരം പാത്രം കഴുകി ചോറ് 2 മണിക്ക് ചോറുന്ന് കഴിഞ്ഞാൽ 4 മണിയായാലും പാത്രം കഴുകി തീരാൻ പറ്റൂലോ അല്ലെ. ഒരു പാത്രം 8 പ്രാവശ്യമൊക്കെ സോപ്പിട്ട് കഴുകാനും ഞാനിപ്പോ എന്താ ചെയ്യാൻ കുട്ടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിനോട് പറയാൻ കാരണം ഇങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നൊക്കെ എന്താവും വയസ്സന്മാരമാതിരി ഈ ഡിറ്റർജന്റും വെള്ളവും കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ സ്കിന്ന് പോവും. പിന്നെ രണ്ടാമത്തതാണെങ്കിൽ എന്റെ ഉമ്മ പഠിപ്പിച്ചത് ഉച്ചയാകുമ്പത്തിന് ചോറും ഉണ്ടാക്കി പാത്രവും കഴുകി നിസ്കരിച്ച് കിടന്നുറങ്ങാനാണ്, വിശ്രമിക്കാൻ. ഞാൻ ഇതേ ചെയ്യും, ഉമ്മ അങ്ങനെ കഴുകിയിരുന്നോ എന്ന് പറയാൻ ധൈര്യമായിട്ട് മോള് പറഞ്ഞോന്ന് പറഞ്ഞോടുത്താരോട്. അപ്പൊ അത് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ കയറി വരുന്നോല് ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തു വെക്കേ, ഇപ്പോഴും നിങ്ങൾ തന്നെ ആ പാത്രം കഴുകല് ഇപ്പോഴും ഇങ്ങനെ. എന്നാലോ ഇത് കേട്ട കുട്ടിക്ക് ഒരു ബേജാറുണ്ട്. കുട്ടിനോട് ഞാൻ പറഞ്ഞോടുത്ത് അതിനൊരു ബേജാറും കരുതണ്ട. വൈകുന്നേരം 5 മണി വരെ പാത്രം കഴുകാനോ ഒരു ഹദീസോ ഒരു ഖുർആനോ ഈ ഉമ്മന്റെ പെൺകുട്ടികളും വരൂല. ഈവൻ പെൺകുട്ടികൾ വരൂല. ഇതൊക്കെ മരുമോളെ തലയിലിട്ടിട്ട് അവര് രക്ഷപ്പെടുക. അപ്പൊ മരുമോള് പറഞ്ഞു എന്റെ ഉമ്മ ഞങ്ങനെ പഠിപ്പിച്ച് വേഗം ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, പിന്നെ അത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് അസർ നിസ്കരിക്കുക. ഞാനിതേ ചെയ്യും, ഉമ്മ വേണം കഴിക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ അതോടുകൂടെ അയിമ എന്തായി അപ്പിലായി. ആദ്യം കുറച്ച് ദിവസം കഴിയും, പിന്നെ ഇപ്പൊ ഓള് കഴുകിയ വൃത്തി മതിന്നാക്കി അല്ലെ. ഇങ്ങനെയൊക്കെ വേറെ ഓരോരുത്തർക്കും വേണ്ടി കത്തുന്ന മെഴുകുതിരി ആയി പോകരുത് നമ്മള്. ഇനി അഥവാ പണ്ടൊക്കെ അങ്ങനെ ആണെങ്കിലും നമ്മൾ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്വർഗം, നമ്മുടെ ഭംഗി, നമ്മുടെ എന്താ ആരോഗ്യ ഹെൽത്ത് എന്ന് പറയുന്നത് ഷുഗറും പ്രഷറും ഒക്കെ ഒന്നും ഇല്ലാണ്ടൊക്കെ ബോഡിയെ കൊണ്ടടക്കലും എക്സസൈസ് ചെയ്യലും ഒക്കെ തന്നെ അല്ലെ. അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പഠിക്കണം അല്ലെ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നമ്മുടെ ഫ്ലാസ്കിൽ ചായ ഉണ്ടെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുവാൻ പറ്റുകയുള്ളൂ അല്ലെ. ആം ഐ കറക്റ്റ്? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നമ്മുടെ ഫ്ലാസ്കിൽ ചായ വേണം, നമ്മുടെ ഫ്ലാസ്കിൽ സ്നേഹം വേണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഫുൾ ടൈം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടുക്കളയിലൊക്കെ ഇങ്ങനെ പണിയെടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നമ്മൾ കാണുമ്പോ തന്നെ കാണുന്ന പോലെ. ഇപ്പം എവിടെയെങ്കിലും ഒരു കല്യാണം വിളിച്ച് രാവിലെ കുറെ തിരുമ്പിയിട്ടുണ്ടാവും, ചായ ആക്കിയിട്ടുണ്ടാവും, പിന്നെ വേറെന്തോ ആക്കിയിട്ടുണ്ടാവും. ഉമ്മാന്ന് പറയുന്നത് ചിലപ്പോ ഹോട്ടലിലെ ചോറ് പറ്റൂല, അന്നേരം ചോറ് വാങ്ങി അന്നേരം രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ചായയും കഴിഞ്ഞാൽ പറയണം ഉമ്മ ഒരാൾക്ക് മാത്രമാണ് ഇപ്പൊ ഉമ്മ ചോറ് വേണ്ടിയത്, അതിനെനിക്കിപ്പോ വെക്കണമെങ്കിൽ ഏറെ സമയത്ത് ഇനി നേരവും ഇല്ല, കല്യാണത്തിന് 11 മണിക്ക് നിക്കാഹാണ്, ഞാൻ എന്ത് ചെയ്യൂന്ന് നോക്കിയാ, കഞ്ഞി മതിയോ അല്ലെങ്കിൽ എന്തേ ഓർഡർ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുക. കഞ്ഞി മതിയെങ്കിൽ കഞ്ഞി വെച്ചു കൊടുക്കുക. അയ്യോമ്മക്കും വേണ്ടിയിട്ട് അന്നേരം വീണ് മരിച്ചു. ഇതൊക്കെ ആരാ എവിടാ പറഞ്ഞത് ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ പ്രവാചകന്മാരുടെ കാലത്തോ ഏതെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വീണ് മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്ത് കാര്യത്തിന് നമ്മൾ ഇങ്ങനെ അധ്വാനിച്ചിപ്പോ ഒരാൾക്കും വേണ്ടിയും ചോറ് വെക്കും അല്ലെ. ഒരാളെ ചോറിന് നമ്മുടെ കോഴിക്കോടൊക്കെ 60-70 രൂപ കൊടുത്ത ഒരാളെ ചോറ് കിട്ടും. വേണമെങ്കിൽ ഒരു കോഴിമുട്ട പൊരിച്ചതോ ഒരു തലേ ദിവസം പൊരിച്ച മീനിന്റെ ഒരു കഷ്ണം അവിടെ വെച്ചാൽ പിറ്റേന്ന് അത് കൂട്ടി ചോറ് തിന്നൂടെ? എത്ര എഫേർട്ടാണ് നമുക്ക് അവിടെ ലാഭം കിട്ടുന്നല്ലേ, എത്ര ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ചിന്തിക്കൂല അല്ലെ. ഇതൊരു റോബോട്ടിക്കൽ സ്റ്റേറ്റ്, ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ ഇങ്ങനെ പണി എടുത്തു കൊടുക്കും. ഇനിയിപ്പൊ ആരെങ്കിലും വന്നാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കൊടുക്കട്ടെ, നമുക്ക് കൂലിയാ. നമ്മൾ എല്ലാ രീതിയിലും പണിയെടുത്തിട്ട് നമ്മളെ കൊണ്ട് കുറ്റം പറയുകയാണെങ്കിൽ പറയട്ടെ, അവരത് പറയുന്നത് നമുക്ക് ഒരുപാട് കൂലി കിട്ടുമെന്ന് വിചാരിക്കുക അല്ലെ. എന്ന് വിചാരിച്ച് നമ്മളെ ശരീരത്തെ പീഡിപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പോകരുത് അല്ലെ. അപ്പൊ ഈ കാണിച്ച മേലെ പറഞ്ഞ ഉദാഹരണങ്ങൾ കണ്ടില്ല, അമ്മായിമ്മക്കും വേണ്ടി പണിയെടുത്ത് കാല് പണിയായതും മറ്റേ നേരത്തിന് നിസ്കരിക്കാണ്ട് ഒരുപാട് വെള്ളത്തുണി തിരുമ്പിയ ഉമ്മയും, പിന്നെ മരുമോളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്വന്തം മോളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിട്ടുകൊടുക്കുമ്പോ അവിടെ പോയിട്ട് ചത്ത് പണിയെടുക്കണം എന്ന് പറഞ്ഞെടുത്ത ഉമ്മയും. അതൊന്നും ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കഴിയുന്നത് ചെയ്യണം. ഇനിയിപ്പോ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് മേശപ്പുറത്തിരിക്കാനോ ഭക്ഷണത്തിൽ കൂടിക്കൊടുക്കാണ്ടിരിക്കാനോ വീട് വൃത്തിയാക്കാണ്ടിരിക്കാനോ അതൊന്നല്ല അതിന്റെ ശരി. അവിടെ ചെയ്തു കൊടുക്കണം, പാത്രം കഴുകി കൊടുക്കണം, അങ്ങനെ എല്ലാം ചെയ്യണം ആവശ്യത്തിന് അല്ലെ. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നും വിചാരിച്ച് ഒരിക്കലും നമ്മുടെ ആരോഗ്യമോ സൗന്ദര്യമോ മറ്റെന്താ പറയാ സ്വർഗമോ നഷ്ടപ്പെടുത്തരുത് അല്ലെ. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഓവറായിട്ട് വർക്ക് ചെയ്തു വല്ല എന്താക്കും അറിയാം, വിധിയെ പഴിക്കും. ഇവര് കാണുന്നവരോടൊക്കെ പറയല്ലോ എനിക്ക് എന്തൊരു പണിയാണ് റബ്ബേ, എടുത്തിട്ട് തീരില്ല, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ, നാത്തൂന് ഇങ്ങനെ, ഇവരൊക്കെ കുറ്റം പറയും. പക്ഷെ ഈ പണി അത്യാവശ്യത്തിന് മാത്രം എടുക്കുന്നവർക്ക് എന്താ സുഖം എന്ന് വെച്ചാൽ അവർക്ക് അധികം പണി എടുക്കണ്ട, അവരോട് പറയൂല അവര്, കാരണം നടക്കൂല. വേറൊരു അമ്മായിയമ്മണ്ട്, മോള് വന്നാല് പിന്നെ മോള് രാവിലെ 10-11 മണി വരെ കിടന്നുറങ്ങും ഫാൻ ഇട്ടിട്ട്. മരുമകളെ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് കുട്ടി സുബഹിസ്കരിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങും. മരുമകള് വന്നാൽ മരുമകളെ ഫാനും ഓഫാക്കി വാതിലും തുറന്നിട്ടും പോരും. എന്നിട്ട് അമ്മ നല്ല കൂളായിട്ട് പറയും, എനിക്ക് മരോളും മോള് എന്നൊന്നും വേറല്ല, രണ്ടും ഒരുപോലാന്ന് പറയും. അങ്ങനെ ഈ കുട്ടി എന്തോ പ്രശ്നം വന്നപ്പോ ഇതൊരു ലെറ്റർ ആക്കി എഴുതി അവളെ ഹസ്ബൻഡിന്റെ പെങ്ങളെ പുതിയാപ്പിളൊക്കെ വിട്ടുന്നു. അപ്പൊ അവർക്ക് അത് ആളറിഞ്ഞ് മോശമായി പ്രശ്നമായി. കാരണം ഇവര് പറയലെന്താ, എനിക്ക് മോളും മരുമോളും ഒരുപോലെ. മരുമോള് 11:30 വരെ 12 മണി വരെ കിടന്നുറങ്ങിയാലും മരുമകൾ 5 മണിക്ക് ശേഷം ഉറങ്ങാനും വിടൂല, ഫാനും ലൈറ്റ് ഓഫ് ആക്കും, വാതിൽ മലത്തിട്ടേക്കും. അപ്പൊ കുട്ടിക്ക് അങ്ങനെയില്ലല്ലോ. അങ്ങനെ അപ്പൊ അത് നോക്കിയാട്ടെ, ഇതൊക്കെ എന്ന് പറയുന്ന അവരുടെ ഒരു തത്രപ്പാടാണ്, അവരുടെ ഒരു എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു
ഒരു ഇമേജാണ്. അവരങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്തണോ? വാതിലടിച്ചും സുബഹി നിസ്കരിച്ച് കൂളായിട്ട് കിടന്നുറങ്ങാം. ആരെ പേടിക്കാൻ? ഇനി അഥവാ പേടിക്കാൻ വന്നാ ചോദിക്കണോ? അത് ഉമ്മ കുറച്ചു നേരത്തെ പറഞ്ഞിനല്ലോ ഉമ്മക്ക് മോളെയും മരുമോളെയൊക്കെ ഒരുപോലെ താത്തുറങ്ങുന്നുണ്ട ഞാൻ ഉറങ്ങി എന്ന് കൂളായിട്ട് പറയാൻ പഠിക്കണം. അപ്പൊ അവരൊന്നും അവിടുത്തെ നമ്മളെ തലയിൽ കയറാനേ വരൂല അല്ലെ. ഇനി ഇതുവരെ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചവരുണ്ടായിരിക്കാം. ഇനി തന്നെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം സേഫ് ആക്കുക അല്ലെ. പിന്നെ ചില ആണുങ്ങളൊക്കെ അതെന്താ വെച്ചാല് ഒരു 5 പൈസ വരെ കൈ കൊടുക്കൂല. ഒരു വീട്ടിലൊരു ധർമ്മം കൊടുക്കാമെന്നവരേ കൊടുക്കൂല അല്ലെ. എത്രയും ആഭരണങ്ങളും പൈസയൊക്കെ ആയിട്ട് വന്നാലും പിന്നെ അവള് ആ പൊന്നൊക്കെ എടുത്ത് തീർന്നിട്ടും ഉണ്ടാവും. വേറെ അല്ലാണ്ട് ഉപ്പനോട് പല വകയിലും ബിസിനസ്സിനും കാര്യത്തിലൊക്കെ ഭർത്താവ് വാങ്ങിയിട്ടും ഉണ്ടാവും. എല്ലാവരുടെ കാര്യമൊന്നുമല്ല ഇട്ടം പറഞ്ഞ ചിലരുടെ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവളെ കയ്യിൽ ഒരു 5 പൈസ ഉണ്ടാവൂല അല്ലെ. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ സഹോദരിമാര് കടന്നു പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും അവർക്കൊന്നും തന്നെ എന്താ ഞാൻ പറയുന്നത്, സെൽഫ് ലവ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. സെൽഫ് ലവ് ഇല്ല എന്ന് തന്നെ വേണം. ചില സ്ത്രീകളോട് നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾ വല്ലാത്തൊരു അന്നേരം പറയാ ഇനിയിപ്പൊ ആരെ വൈത്തല പോകാല്ലേ, ഞങ്ങൾ വൈത്തല പോകാനല്ല നിങ്ങളെ ഹസ്ബൻഡ് ഇനിയിപ്പൊ കെട്ടലൊന്നും ഉണ്ടാവില്ല അല്ലെ. അതാണോ അതിന്റെ മറുപടി? അതല്ല. നമ്മുടെ ആരോഗ്യത്തോടെ സൗന്ദര്യവതി ഇപ്പൊ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ ക്ലാസ് എടുക്കണേ. അയാൾ ഇതുപോലെ വലിയ തറവാട്ടിലാ ജീവിച്ച. അവിടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു അല്ലെ. അമ്മായിക്ക് എത്രയും ആങ്ങളമാർക്ക് എത്രയോ മക്കളുണ്ട്. അവർക്കെല്ലാം ചായ ആച്ചി എല്ലാരും ചായയും കഴിഞ്ഞ് വരുമ്പത്തേനും പിന്നെ 11 മണിയാവും ചോറുണ്ടാക്കാനാവും. ചോറുണ്ടാക്കുമ്പോഴത്തേനും ഉപ്പ വരും, വേറെ നിസ്കരിച്ച് പിന്നെ പള്ളിയിൽ നിന്ന് അപ്പോഴത്തേക്കും ചോറ് കൊടുക്കും. അങ്ങനെ അവര് കഷ്ടപ്പെട്ട് ആങ്ങളുടെ മക്കളെയും വീട്ടിൽ ചിലർക്ക് വലിയൊരു ഇതാണല്ലോ, എന്താ പറയാ, അവർക്കതൊരു പിന്നെ ഒരു അസ്ഥി പിടിച്ചിട്ടുണ്ടാവും ജോലി ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നവരാ, ആരും പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നല്ല. അങ്ങനെ ചെയ്ത് 40-45 വയസ്സാകുമ്പത്തിന് അവര് കാല് വന്ന് നീർക്കെട്ടായി, മുട്ടിന് ഭയങ്കര വേറെ ആർത്രൈറ്റിസ്, സുക്കട് ഈ സുക്കട്. ഈ അമ്മായിന്റെ സ്വന്തം മക്കളോ ദുബായിലോ അവിടെയും ഇവിടെയൊക്കെ പോയി കുത്തിരിക്കുന്നു. ഈ ആങ്ങളന്റെ മക്കളൊക്കെ ഈ നല്ല പൊസിഷനിൽ ഭയങ്കര രോഗവും കാരണം ഈ സ്ത്രീ ഒന്നിനും പറ്റാണ്ടായി അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിച്ചിട്ട് ഒന്നിനും തയ്യാറല്ല അല്ലെ. ഒന്നിനും തയ്യാറല്ല. നമ്മൾ കഴിയുന്നത് ചെയ്യുക അല്ലെ. ഇനി അമ്മായിയമ്മ കേട്ടാലും ശരി, മരുമകള് കേട്ടാലും ശരി, ആരാലും ഇനി ഇത് മാത്രം, ഇതൊരു വശാണ് കേട്ടോ. അതേസമയം അമ്മായിയമ്മനെ പീഡിപ്പിക്കുന്ന മരുമകൾ അതൊരുപാടുണ്ട്. ഒരു സംഗതിയും ചെയ്യാണ്ട് നിന്നിട്ട് എല്ലാം ഉമ്മനെ കൊണ്ട് ചെയ്യിച്ച് അവളെ കോളേജിൽ പോണ ഫുഡ് ലഞ്ച് വരെ അമ്മായിയമ്മനെ കൊണ്ട് എടുത്തിപ്പിക്കുന്ന മരുമകൾ വേറെ ഉണ്ട് കേട്ടോ. ഒരു വശം മാത്രം പറയാനേ പാടില്ല, അതും തെറ്റാണ്. കാരണം നമ്മൾ ഉമ്മ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യിക്കോ? രാവിലെ നെറ്റ് ക്ലീൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് ഇതാക്കി പത്തിരിയൊക്കെ ഉമ്മ ചൂടാണെങ്കിൽ ഉമ്മ ഫ്രീ ആണല്ലോ, ഉമ്മ ചുട്ടോട്ടെ. പക്ഷെ എന്നാലും കറി ഞാൻ ഉണ്ടാക്കി കൊടുത്ത്, ഉപ്പേരി ഉണ്ടാക്കി കൊടുത്ത്, തിരുമ്പിയതൊക്കെ എടുത്ത് മടക്കിക്കൊണ്ടേ വെച്ചിട്ടില്ലേ, അതൊക്കെ ചെയ്യണം. അതിന്റെ ഉമ്മ ആണെങ്കിലും ശരി, അമ്മായിയമ്മാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കണം. തിരിച്ചങ്ങോട്ട് പീഡിപ്പിക്കാനും അതും പാടില്ല. ഇനി അമ്മായിമ്മന്റെ വിചാരം ഇതൊക്കെ ഇനിയിപ്പൊ മോനല്ലേ വീട്ടിൽ ചെലവ് നടത്തുന്നത്, അതുകൊണ്ട് എനിക്ക് ഓനെ പേടിയാണ്, അതുകൊണ്ട് ഞാനിതെല്ലാം ചെയ്യാ, ആ ഒരു തോട്ടും ശരിയല്ല. ഓൻ ചെലവാക്കുന്ന ഓന്റെ ധാർമ്മിക ഉത്തരവാദിത്താണ്. ഓൻ താമസിക്കുന്നത് ഉപ്പ എടുത്ത വീട്ടിലാണ്. അതിൽ ഉമ്മക്ക് ഒരു ചാൺ വയറിന് ഉമ്മക്ക് ചോറ് കൊടുക്കുന്ന ഒരു ചാൺ വയറെന്ന് പറഞ്ഞാൽ ഒരു സേർ അരിയിട്ട് വെച്ചാൽ ഉമ്മക്ക് ഒരു മാസം കഴിക്കാം അല്ലെ. അത്ര ചെറിയ വയറിന് വേണ്ടിയിട്ട് ഉമ്മ ഈ വീട്ടിലെ പണികളെല്ലാം എടുക്കണമെന്ന് മോൻ വാശി പിടിക്കുന്നതോ മരുമകൾ വാശി പിടിക്കുന്നതോ ശരിയാണോ? ഒട്ടും ശരിയല്ല. ഈ ഉമ്മ അതിന് നിൽക്കേണ്ട ആവശ്യവും ഇല്ല അല്ലെ. ചിലതൊക്കെ ചിലതൊക്കെ കണ്ടില്ലാന്ന് നടിച്ചാള് ചെയ്യട്ടെ. ആദ്യം വെക്കുന്ന കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂല, ആദ്യം മുറിക്കുന്ന മീൻ ശരിയാവൂല, മീനിന്റെ മുറി ശരിയാവൂല, പൊരിച്ചാ മീൻ കരിഞ്ഞു പോവും, ബിരിയാണി പിന്നെ വെന്തിട്ടുണ്ടാവൂല. അതൊക്കെ തന്നെ അങ്ങനൊക്കെ തന്നെ വീണ് പഠിക്കണം. വീഴ്ചയിൽ നിന്ന് പഠിക്കണം അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ അവര് ശരിയാവട്ടെ. ഇനിയിപ്പോ ഒരു ഉമ്മമാരും മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യവും ഇല്ല അല്ലെ. ഈ ലേഡീസിന് കോമൺലി പറ്റുന്ന കുറെ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലെ. നമ്മൾ എന്താ, ഒന്ന് ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, 2 അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ പീഡിപ്പിക്കുന്നു, 3 പാസ്റ്റ് ഓർ ഫ്യൂച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നൊക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ എന്താ
ഒക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അതും വിചാരിച്ച് മനസ്സ് ബേജാറായി നടക്കുക. ഇനി അതും അല്ലെങ്കിൽ എനിക്ക് 4 പെൺകുട്ടികളാണല്ലോ റബ്ബേ, ഇതിനൊക്കെ എങ്ങനെ, അത് ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ. എനിക്ക് 3 പെൺകുട്ടികളായതുകൊണ്ട് ഇവരെ എങ്ങനെയാണ് കെട്ടിക്കാന്ന് വിചാരിച്ചിരുന്നു. ഒരു അബദ്ധമായിരുന്നു, എനിക്ക് അന്നൊന്നും അറിയില്ല അത്രയും കുട്ടിക്കാലത്ത് ട്ടോ. അതുപോലെ മക്കളുണ്ടല്ലോ, ഇവരെ പഠിപ്പിക്കണ്ടേ, ഇവരെ കോളേജിൽ പറഞ്ഞയക്കണ്ടേ, ഇവരെ വീട് വലുതാക്കണ്ടേ, വീട് താഴെ മാത്രമല്ലേ ഉള്ളൂ, അപ്സ്റ്റെയർ ഇല്ലാലോ. ഇതൊന്നും ആലോചിച്ച് ചുമ്മാ തലയെ കേട്ടണ്ട. തവക്കൽതു അല അല്ലാഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവന് അള്ളാഹു മതി. അള്ളാഹ്ക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷേ എന്റെ ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്, ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ പുറക്ക് മാളിയൊന്നും ഇല്ല കേട്ടോ, മോളില്ല, ഞാൻ പറ്റൂല. ഇപ്പൊ മക്കളൊക്കെ കല്യാണം കഴിച്ചാൽ പുതിയാപ്പിള വന്നാ ഒന്നൊരു കിടക്കാനൊരു റൂം വേണ്ടേ, മരുമകൾ വന്നാൽ അതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നിന്നോട് പറയുന്നു, അതിനുള്ള കെൽപ്പ് എന്റെ ഭർത്താവിന്റെ കൈകളിൽ നീ കൊടുക്ക് എന്നും പറഞ്ഞ് മിണ്ടാണ്ടിക്കുക. അല്ലാണ്ട് അതും ആലോചിച്ചിട്ട് ല്ലേ, നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ മറന്നു പോകുന്നു ല്ലേ. മറ്റു പലർക്കും വേണ്ടി ജീവിക്കുന്ന തിരക്കില് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു. അതാണ് സത്യം ല്ലേ. യു മേ തിങ്ക് ലേൺ ഖുർആൻ ഓർ സംതിങ്. ഇനിയിപ്പോ ഉദാഹരണമായിട്ട് നിങ്ങൾ ഖുർആനും മറ്റു പലതും പഠിക്കാൻ ഇറങ്ങിയെന്ന് തന്നെ വിചാരിച്ചോളി ല്ലേ. പക്ഷെ നിങ്ങൾ യു ഡോണ്ട് ഇംപ്ലിമെന്റ് ഇൻ യുവർ ലൈഫ്. അത് പഠിക്കുകയാണെങ്കിൽ വെറുതെ പഠിക്കുന്നു എന്നല്ലാണ്ട് അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നില്ല അല്ലെ. കൂടുതൽ സമയം നിസ്കരിക്കാനോ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും ഒന്നെടുത്ത് വെക്കാൻ, അപ്പോഴൊക്കെ നിങ്ങൾ ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്. കുട്ടികൾ വരും, വൈകുന്നേരം എക്സ്ട്രാ ചായ മധുരവും നെയ്യൊക്കെ ഇട്ട് ചായന്റെ കടി ഉണ്ടാക്കുന്നതിൽ നല്ല രാവിലെ തന്നെ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒന്ന് അധികമാക്കി വെക്കുക. അതല്ല പഴം മുട്ട അങ്ങനത്തതൊക്കെയാണ് ഏറ്റവും നല്ലത്. ബർഗർ സാൻഡ്വിച്ച് അതും ഇതൊക്കെ തിന്നതിനേക്കാളും നല്ലത് ല്ലേ. അപ്പൊ എളുപ്പത്തിൽ ജോലികളൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അഥവാ അറിയില്ലെങ്കിൽ ഇഷ്ടംമാതിരി യൂട്യൂബേഴ്സ് ഉണ്ട്, 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും ഉണ്ടാക്കുന്ന ചായക്കടി ആയിട്ട് വരുന്നത് ല്ലേ. കുട്ടികൾക്ക് ചായക്കടി ആവാമല്ലോ, അവർക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാലോ. അപ്പൊ അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും മുക്കിപ്പൊരിയൊക്കെ ആണെങ്കിൽ അതിന്റെ മാവൊക്കെ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു പഴമോ എന്തെങ്കിലും ഉള്ളിയോ പച്ചമുളകോ അതിലിട്ട് ഒന്ന് കൊടുത്താൽ അവർക്കൊരു ചായക്കടിയായി കിട്ടി ല്ലേ എന്ന് വിചാരിച്ച് അടുക്കളയിൽ ഫുൾ ടൈം ശരണമയ്യപ്പോന്നും പറഞ്ഞിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. രാത്രി ഒരു 8-8:30 ആകുമ്പത്തിന് ഇവിടുത്തെ കിച്ചൺ ക്ലോസ് ആവും, എല്ലാരും വന്ന് കഴിച്ചോളാന്ന് പറയാ. ഇനിയിപ്പോ ആരെങ്കിലും കഴിക്കാണ്ടിരിക്കുകയാണ് അവർ തട മൂടി വെച്ച് കിടക്കുക. 2-3 ദിവസം തണുത്ത ഫുഡ് കഴിക്കുമ്പോ ഭർത്താവായാലും ശരി കുട്ടികളായാലും ശരി ആരായാലും ശരി ഒരു നേരത്തെ വില ഉമ്മ ഇപ്പോഴാകുമ്പോ ഉമ്മ വിളമ്പി തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം എണീറ്റിങ്ങ് പോരും. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്നത്. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വിലങ്ങു തടിയും നമ്മളും നമ്മുടെ ആരോഗ്യവും തന്നെയാണ്. നമ്മൾ സ്വന്തം നഫ്സിന് വേണ്ടിയിട്ട് ജീവിക്കുക. ഇനി മുതൽ നമ്മൾ ആരോഗ്യം നന്നായിട്ട് സംരക്ഷിക്കുക. ഒരുപാട് നിൽക്കാനോ ഒരുപാട് പണിയെടുക്കാനോ ഒരുപാട് വിഷമിക്കാനോ, ആരെങ്കിലും അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിക്കാൻ ഒരിക്കലും നിങ്ങൾ പോണ്ട. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളം കയ്യിൽ എടുക്കുന്ന ഒരു പരിപൂർണമായിട്ടൊരു സ്നേഹിക്കുന്ന ഒരു സാധനമാണ്. ആ മനസ്സിനെ മറ്റു പലരും അതാക്കി ഇതാക്കി മറ്റേതാക്കി എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കണ്ട. നമുക്ക് വലിയ നല്ല നല്ല കാര്യങ്ങൾ സ്വപ്നം കാണാനുണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ള, അതിനു വേണ്ടി അധ്വാനിക്കാനുണ്ടല്ലോ. അങ്ങനെ ചെയ്യാം. നിങ്ങൾ സെൽഫ് ലവ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയണം. നമ്മൾ സെൽഫ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാ കിട്ടിയത്, ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ് ല്ലേ. പിന്നെ പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ച് അത് മനസ്സിൽ വെച്ച് ഹൃദയം എപ്പോഴും ഡേർട്ടി ആയിട്ടില്ലേ, പണ്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഇനിയിപ്പോ ഹസ്ബൻഡും വൈഫും തന്നെ, അദ്ദേഹത്തിന് പണ്ട് എപ്പോഴോ ഒരു അഫയർ ഉണ്ടായിരുന്നു, ആരോടോ ഒന്ന് ഫോൺ അയക്കുക ആരോടോ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തുണ്ടായിരുന്നു അത്. പക്ഷെ അത് കഴിഞ്ഞു. പിന്നെ അയാൾ അതും പറഞ്ഞ് കുത്തിപ്പറിച്ച് വേപ്പിച്ച് ലൈഫിന് ഒരു സന്തോഷവും ഇല്ല, അതും പറഞ്ഞ് പിണങ്ങി അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് അങ്ങനെയല്ല. അങ്ങനെ ആ എഫയർ ഉണ്ടായി കഴിഞ്ഞു പോയാൽ നമ്മൾ കൂടുതൽ സ്നേഹിക്കുക വേണ്ടി. പിന്നീട് ഒരിക്കൽ പോലും അയാൾക്ക് അത് ശരിയായിരുന്നു അതായിരുന്നു നല്ലത് എന്ന് തോന്നിപ്പോകരുത്. ബിക്കോസ് ഇപ്പോൾ പൂർവ്വകാല വിദ്യാർത്ഥി സംഗമങ്ങളും അലൂമിനി മീറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് ആണുങ്ങൾക്ക് പോകാൻ ഒരുപാട് എളുപ്പമുണ്ട് ഇപ്പോൾ ല്ലേ. എന്റെ സ്വന്തം അറിയുന്ന ഒരാൾ നല്ല പ്രായമുണ്ട്, അത്യാവശ്യം 60 കഴിഞ്ഞിട്ട് ഏതെല്ലോ മീറ്റുകളിലെ പെണ്ണുങ്ങളായിട്ടൊക്കെ ഭയങ്കര ചാറ്റിങ്ങും ചീറ്റിംഗ് ആയിട്ട് വൈഫുമായിട്ട് എപ്പോഴും കച്ചറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട 60 വയസ്സ് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് സേഫ് ആണെന്നൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹിച്ചും കൂടെ നിർത്തി കഴിഞ്ഞാൽ അവര് സേഫ് ആയിരിക്കും. അവർക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയും ഉണ്ടാവുകയും ഇല്ല അല്ലെ. പിന്നെ
അദ്ദേഹം നിങ്ങൾ എപ്പോഴും കുറ്റം പറഞ്ഞ് പുറകെ നടക്കാതെ ഇരിക്കുക, നല്ലത് മാത്രം പറഞ്ഞ് പുറകെ നടക്കുക. അപ്പോൾ മുതൽ അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും, അല്ലെ? സ്നേഹിച്ചു തുടങ്ങും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലായിരിക്കും തിരിച്ച് സ്നേഹം ഇങ്ങോട്ടും കിട്ടുക. അത് മനസ്സിലാക്കുക, അല്ലെ? നമ്മളെപ്പോഴും നമുക്കെല്ലാം വൺ വേ ട്രാഫിക്, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അങ്ങോട്ട് കൊടുക്കണമെന്ന് യാതൊരു വാശിയും ഇല്ല. പിന്നെ പരാതി കൊട്ടകൾ എടുത്ത് കമഴ്ത്തി വെക്കുക. ആ കൊട്ടയിൽ ഇനി പരാതികളെ വേണ്ട, എല്ലാം ഉണ്ട് നിറവിന്റെ, അബോണ്ടൻസിന്റെ, അല്ലെ? മനസ്സിന്റെ സന്തോഷത്തിന്റെ നിറവിന്റെ കൊട്ടകളാവട്ടെ. ഇനി നമ്മൾ നിവർത്തിയിടുന്ന ഒരുപാട് പരാതികൾ പറയണ്ട. അതിന് ഭർത്താവായാലും ശരി, ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് സ്വന്തം വീട്ടിൽ വന്ന് പറയണം, ഓഴും വിചാരിക്കും ഇവർക്ക് ഇത് തന്നെ പണിയെന്ന് വിചാരിക്കും, അല്ലെ? എന്റെ അറിവിൽ ഒരു കുട്ടിയുണ്ട്, അവളെ അമ്മായിമ്മ വളരെ മോശമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുട്ടി എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അത് കേട്ട് അങ്ങനെ പിന്നെ ആക്സിഡന്റില് അയമ്മ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് എന്തോ ആയിട്ട് മരിച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് ഇതിങ്ങനെ ശീലമായിപ്പോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് അതേ ശീലം പിന്നെന്തായി, അവരെ ഹസ്ബൻഡിന് കിട്ടി അതേ സ്വഭാവം. പിന്നെ ഇപ്പൊ അവർക്ക് പരാതികൾ ഹസ്ബൻഡിനെ കുറിച്ചായി. അങ്ങനെ ആയപ്പോ ഇങ്ങനെ കുറെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോ അവള് പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ പരാതി പറയുന്നേ ഇല്ല, അങ്ങനാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് വിട്ടേച്ചത്. അപ്പൊ നല്ലതായി, അപ്പൊ നല്ല റിസൾട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കല്ല, നമ്മൾ പരാതി എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് എന്താ അത് ഉണ്ടല്ലോ, നന്ദി ചെയ്യുവിൻ അത് നിങ്ങൾക്ക് വർദ്ധിക്കും എന്നുള്ള ഒരു ആയത്തില്ല, ഞാൻ ആയത്ത് കിട്ടുന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് ജീവിക്കുക. നമ്മൾ ഒരുപാട് നന്ദി ചെയ്താൽ അള്ളാഹു നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. പിന്നെ ഹാപ്പി ആൻഡ് ഹെൽത്തി എന്ന ചിന്തകൾ മനസ്സിൽ ഉണ്ടാക്കിയിടുക. ഒരാളെ കുറിച്ചിട്ടും ആരെങ്കിലൊക്കെ നമ്മളോട് പണ്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും, എന്നിരുന്നാൽ പോലും ആരോടും ഒരു ദുഷിച്ച മനസ്സോടെ ആരോടും പെരുമാറരുത്. നല്ല മനസ്സാക്കി വെച്ചതില് മനസ്സ് നന്നായി തന്നെ അള്ളാഹുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ എല്ലാത്തിനും മതിയാവുന്നതാണ്, അത് ചീത്തയായാൽ എല്ലാറ്റിനേക്കാളും മോശമാണ്. ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഹൃദയത്തെയാണ്, അല്ലെ? അപ്പൊ എന്ത് മനസ്സിലാക്കാച്ച, ബോഡി ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട്, അല്ലെ? നമ്മുടെ ലൈഫിലെ ബോഡി മെയിൻ പാർട്ടാണ്. ആ പാർട്ട് നന്നായി സൂക്ഷിക്കുകയും അതിനു വേണ്ടിയിട്ട് അത് എന്താക്കണം, അതിനെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വിട്ടുകൊടുക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് കുറ്റം പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ സമയമില്ല, ഞാനിങ്ങനൊക്കെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ജീവിക്കേണ്ട. മൈ ഹെവൻ ഈസ് ഇൻ മൈ ഹാൻഡ്, അല്ലെ? എന്റെ സ്വർഗം എന്റെ കയ്യിലാണ്. നോട്ട് ഇൻ മൈ മദർ ഇൻ ലോ, നോട്ട് ഇൻ മദർ സിസ്റ്റർ ഇൻ ലോ, നോട്ട് ഇൻ മൈ ഹസ്ബൻഡ്, നോട്ട് ഇൻ മൈ ചിൽഡ്രൻസ്, അല്ലെ? അവരുടെ കയ്യിലൊന്നുമല്ല, എന്റെ സ്വർഗം എന്റെ കയ്യിൽ തന്നെയാണ്. ഞാൻ കുറച്ച് അധ്വാനിക്കുന്നു, കൂടുതൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നു, കൂടുതൽ അടുക്കുന്നു, സെൽഫ് ലൈഫ് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു നല്ല ഒരു സത്യവിശ്വാസി ആയിക്കൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എന്ന് വിചാരിച്ച് ഉമ്മയെയോ ഭർത്താവിനെയോ ആരെയും വെറുപ്പിക്കുകയും വേണ്ട. ഞാൻ മുകളിൽ പറഞ്ഞ ആ സിസ്റ്റർ ചെയ്ത പോലെ അമ്മായിമനെ വഷളാക്കി വെക്കുകയും വേണ്ട. ഉമ്മയായാലും അമ്മായിയമ്മയായാലും അമോഷനായാലും ഒക്കെ അവരോട് നിങ്ങൾക്ക് പറയാം, എനിക്ക് ഒരുപാട് പണികളുണ്ട് ഉപ്പ, ഞാൻ ഉപ്പൊക്കെ അതിന്റെ ഇടയിൽ കൂടാണ് ചെയ്തിരുന്നത്, ഇപ്പൊക്കെ എന്തെല്ലാം വേണ്ടി വെച്ചാ പറഞ്ഞപ്പാ ഞാൻ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് കഴിയുന്നൊക്കെ ചെയ്തു കൊടുക്കുക, കഴിയാത്തത് ചെയ്യണ്ട, അത്ര തന്നെ. കാരണം മറ്റു മക്കളുണ്ടല്ലോ, അവർക്കും ചെയ്യാലോ, അല്ലെ? ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും സത്യവിശ്വാസി ആയിക്കൊണ്ട് മരിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തെരുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു